മോർണിംഗ്. മോർണിംഗ് എന്ന് പറയാറുള്ള പോലെ തന്നെ വീഡിയോ നിർബന്ധമായും ഓണാക്കുക. എപ്പോഴും പറഞ്ഞു വയ്യാണ്ടായിട്ടോ ക്ലാസ് എടുക്കാൻ ഒരു പ്രയാസമില്ല. രണ്ട് കാര്യത്തിലാണ് നമുക്ക് പ്രയാസം. ഓൺലൈൻ ക്ലാസ്സിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, വീഡിയോ ഓണാക്കുക എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ചോദിച്ചാൽ മറുപടി പറയാൻ. നമ്മൾ ചോദിച്ചു, മറുപടി ഇങ്ങോട്ട് റിയാക്ഷൻ ഇല്ല. നെറ്റിന്റെ അവൈലബിലിറ്റി ആയിരിക്കാം ഒരു പക്ഷേ എങ്കിലും അപ്പോൾ അറ്റ്ലീസ്റ്റ് മെസ്സേജ് എങ്കിലും നമുക്ക് വിട്ടു തന്നാല് നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും അത്തരം സമയങ്ങളിൽ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഈ രണ്ട് കാര്യങ്ങൾ ഈ സബ്ജക്റ്റിലല്ല, എല്ലാ സബ്ജക്റ്റിലും വീഡിയോ ഓണാക്കി നല്ല കുട്ടികളായിട്ട് ഇരിക്കണം. പിന്നെ ആദ്യം തന്നെ പറയാനുള്ളത്, 10th റിസൾട്ട് ഒക്കെ വന്നു അല്ലേ? കഴിഞ്ഞ ദിവസം റിസൾട്ട് ഒക്കെ വന്നു. റിസൾട്ട് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് മാത്തമാറ്റിക്സിന്റെ ക്ലാസ് ആണിത്. അപ്പോ ഈ ക്ലാസ്സില് ഞാൻ ഓരോരുത്തരോടും ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് A+ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതിൽ ഉറപ്പിക്കുന്നു ഞാൻ. അപ്പോ A+ അല്ലെങ്കിൽ നല്ല വിജയം നേടിയ എല്ലാ കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇതിനകത്ത് A+ ഒക്കെ കിട്ടിയ കുട്ടികളില്ലേ? പൗർണമി, പ്രദീപ് ഉണ്ട് അല്ലേ? പൗർണമി ഫുൾ A+ ആണ്. വസുദേവ് ഫുൾ A+ ആണ്. പിന്നെ അടുത്ത ആൾക്കാർ ആരൊക്കെയാ ഒന്ന് പറഞ്ഞേ? ഫുൾ A+കാര് ഒന്ന് പറഞ്ഞേ. ജീവൻ ആണ്. പിന്നെ അവന്തിക സുമോദ് വരാൻ ലേറ്റ് ആയല്ലോ. എന്താണ് വരാൻ ലേറ്റ് ആയത്? നെറ്റിന്റെ പ്രശ്നമായി സാറേ. പിന്നെ അവന്തികയുടെ വീട്ടില് നെറ്റ് ഏതാണ്? വൈഫൈ ഏതാ? BSNL ആണോ? അല്ല, ഏഷ്യാനെറ്റ്. ഓക്കെ. നെറ്റിന്റെ പ്രശ്നം വരുന്നത് ഇലക്ട്രിസിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണോ? ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ. ഇലക്ട്രിസിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ഇപ്പോ പല കുട്ടികൾക്കും കയറാൻ പറ്റാത്ത ഇലക്ട്രിസിറ്റിയുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഒരു 1500 രൂപയ്ക്ക് കൊടുത്ത ഒരു സംഭവം മേടിക്കാൻ കിട്ടും. അപ്പൊ അതൊരു 6 hours ബാക്കപ്പ് ഒക്കെ കിട്ടും. അപ്പൊ നമുക്ക് ഇനി നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് മഴയൊക്കെ ഉണ്ടാവും, നല്ല മഴയൊക്കെ ആയിരിക്കും. അപ്പൊ കറണ്ട് പോവും, വരാൻ പോവാ. ഇൻവെർട്ടർ ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ അതിലും ഇതുണ്ടാവില്ല. അപ്പോ ഒരു 8 hours ഒക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ അത് പറ്റുന്നുള്ളവർക്ക് മേടിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്കത് സ്കൂളിലെ ക്ലാസ്സുകളൊക്കെ വരുമ്പോഴും ക്ലാസ് മിസ്സാവില്ല. എവിടത്തെ ക്ലാസ് ആയാലും ക്ലാസ് നമ്മൾക്ക് നഷ്ടമാവാൻ പാടില്ല. പിന്നെ ആർക്കൊക്കെയാണ് A+ കിട്ടിയത്? അവന്തിക. പിന്നെ ആരൊക്കെയാണ്? പിന്നെ ആദിഷ. പിന്നെന്താ? പിന്നെ ആർക്കൊക്കെയാ പറഞ്ഞോ? ഞാൻ ചോദിക്കാത്ത CBSE-കാരും കൂടി ഉള്ളതന്നെ. മരിയ, ജെയിംസ്, പിന്നെ അഭിനവ്. പിന്നെ അടുത്ത ആളാരാ? പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അടുത്ത ആളാരാണ്? ജിസ്ന. ഓക്കെ. പിന്നെ അടുത്ത ആള് റിസാന. പിന്നെ സജില, ഫാത്തിമ. വെരി ഗുഡ്. പിന്നെ അടുത്ത ആള് പറയൂ. ഇത്ര പേരുള്ളൂ. ബാക്കി എല്ലാ കുട്ടികളും CBSE ആണെന്ന് കരുതാണ്. അപ്പോൾ CBSE സ്റ്റുഡൻസിനും അവരുടെ റിസൾട്ട് ഉടനെ എത്തും അല്ലെ? CBSE-കാരുടെയും റിസൾട്ട് ഉടനെ എത്തും. ഐഷ ടീച്ചറോട് വിളിച്ചു ചോദിച്ചായിരുന്നോ എന്നാ റിസൾട്ട് വരാന്ന്? ഐഷയുടെ റിസൾട്ട് വരാമെന്ന് ഐഷ ടീച്ചറോട് വിളിച്ചു ചോദിച്ചായിരുന്നോ? 20-ാം തീയതി എന്ന് പറയുന്നുണ്ട്. അപ്പോ CBSE പഠിക്കുന്ന കുട്ടികൾക്കും ഫുൾ A+ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോ ഇത് ഇപ്പോ 10ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് സിലബസില് A+ കിട്ടിയ കുട്ടികൾക്ക് +2-ല് നല്ല വിജയവും A+ഉം അവർ ആഗ്രഹിക്കുന്ന കോഴ്സും കിട്ടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഫുൾ A+ കിട്ടട്ടെ. ഒപ്പം ഫുൾ A+നോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്ജക്റ്റിലെ ഡെപ്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തായിരിക്കണം നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര. സബ്ജക്റ്റ് ഡെപ്ത്. നമുക്ക് തുടങ്ങാം. നമ്മൾ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്തിരുന്നു. എക്സസൈസിലെ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പവിത്ര KP. യെസ്, പവിത്ര
എങ്ങനെയുണ്ട് പവിത്ര പഠനവും കാര്യങ്ങളൊക്കെ? നന്നായി പോകും സർ. നന്നായി പോകുന്നു. നമ്മളൊരു പ്രോബ്ലം ചെയ്തിരുന്നു. പവിത്ര ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം ഒന്ന് വായിക്കാമോ? പവിത്ര R equal to set of x cube such that x is a prime number less than 10 in roster form. ഓക്കെ, അതാണ് നമ്മൾ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ പ്രോബ്ലം ചെയ്തിരുന്നില്ലേ? ലെറ്റ് a equal to set 1 2 3 etc 14 define a relation r from a to a by r equal to xy such that 3x minus y equal to 0 എന്നുള്ള പ്രോബ്ലം ചെയ്തായിരുന്നോ? Yes sir. അതിലെ ഡൊമൈനും റേഞ്ചും കോഡൊമൈനും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഒരു ഓർഡേർഡ് പെയറില് അല്ലേ, ജീവൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ജീവൻ ആ ഡൊമൈൻ എന്ന് പറഞ്ഞ എന്താണ്? ഡൊമൈൻ എന്ന് പറയുന്നത് സാർ കേക്കണ്ട? ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഫസ്റ്റത്തെ നമ്പേഴ്സ്, ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ്സുകളെയൊക്കെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കുക. ആദിദേവ് ടി ജെ വീഡിയോ ഓൺ ആക്കൂ. ആദിദേവ് ടി ജെ വീഡിയോ എന്താ ഓഫ് ചെയ്തിരിക്കണേ? എപ്പോഴും ഓൺ ആയിരിക്കണം. ഓക്കെ ഓക്കെ മോനെ. റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് ആദിദേവ് റേഞ്ച് it is a set of all elements in a second relation R to form a set A to set B is called a range. ഓക്കെ, ഓർഡേർഡ് പെയറില് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ റേഞ്ച്? സെക്കൻഡ് അല്ലേ? സെക്കൻഡ്. ഓക്കെ ഓക്കെ ഗുഡ്. ഓക്കെ, അപ്പൊ ഞാൻ എളുപ്പമുള്ള ടോപ്പിക് ആയിരുന്നു, ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത്. അപ്പൊ ഓരോരുത്തരോടും ചോദ്യങ്ങൾ ചോദിച്ചു പോകുന്നില്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം നമുക്ക് പ്രോബ്ലംസ് എഴുതണം. ഓരോ ദിവസം ഓരോ പ്രോബ്ലംസ് നമ്മൾ പറയുന്നത് നിങ്ങൾ ലൈവായിട്ട് ഇരുന്ന് എഴുതണം. മാത്സ് ആയാലും പ്രോബ്ലംസ് എഴുതണ്ടായിട്ട് വരും. അപ്പൊ നമുക്ക് അങ്ങനെയും കൂടി നോക്കാം. അപ്പൊ ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. ഒരു പ്രോബ്ലം എഴുതി. അപ്പൊ ഇത് തുടങ്ങാണ്. അപ്പൊ വീണ്ടും ഉഷാറായിട്ടിരിക്കാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇന്നത്തെ എഴുതിടുക. റൈറ്റ് ദ റിലേഷൻ ആർ ഈക്വൽ ടു write the relation r equal to write the relation r equal to write the relation r equal to x cube such that x is a prime number less than 10. X is a സാർ ചെയ്തതാണ്. എന്താ മോളെ? ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ? പ്രൈം നമ്പർ ചെയ്തതാണല്ലേ? ഓക്കെ, പ്രൈം നമ്പർ ലെസ് ദാൻ 10. ഞാൻ ചോദ്യം എഴുതാം, ഒന്നും കൂടി എഴുതിക്കോളൂ. ഒന്നും കൂടി ഹോം പ്രാക്ടീസ് പോലെ ചെയ്താം. x cube x is a prime number less than 10 in roster form. ഒന്നും കൂടി എഴുതിക്കോളൂ, ഒരു സ്പേസ് വിട്ടിട്ടാ. in roster form. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the figure below shows a relationship between the sets P and Q. The figure below shows a relationship between the sets P and Q. Write this relation. Figure varachu ട്ടോ. Write this relation. Number 1 in set builder form. Number 2 roster form. What is its domain and range? ഇവിടെ വരുന്നത് 5 6 7 PQ എന്ന് മാർക്ക് ചെയ്തു. 3 4 5 5 ൽ നിന്നും 3 ലേക്കാണ് ആരംഭിക്കണേ. 6 ൽ നിന്ന് 4 ലേക്ക്, 7 ൽ നിന്നും 5 ലേക്ക്. Question is write this relation. Number 1
in set builder form. Number 2, roster form. What is its domain and range? What is its domain and range? ഓക്കെ, എല്ലാവരും ഒന്ന് എഴുതാൻ ശ്രമിച്ചേ. പഴയ കുട്ടികൾക്കൊക്കെ എഴുതാൻ പറ്റും, പുതുതായി വന്ന ആളുകൾക്കും 1-2 ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാൻ പറ്റും. ആദ്യത്തെ ചാപ്റ്ററിൽ ഉണ്ടായ എല്ലാ കുട്ടികൾക്കും ഇത് എഴുതാനും സാധിക്കും. ഒന്ന് ട്രൈ ചെയ്യാം. സബ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പറയാം. പറയാലോ. Sub questions. Number 1, write this relation. Number 1, in set builder form. Number 2, roster form. What is its domain and range? Number 1, in set builder form. Number 2, roster form. What is its domain and range? 2 മിനിറ്റ് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. കിട്ടിയില്ലെങ്കിലും കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നേ. പക്ഷെ ഒരു ചെറിയൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴെപ്പോഴും ചോദിച്ച് ഞാൻ ശല്യപ്പെടുത്താണ്ടിരിക്കുന്നതാണ്. ഒരു 3 മിനിറ്റ് കൂടി നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിന് വേണ്ടി ഉപയോഗിക്കാം, എന്നിട്ട് സംസാരിക്കാം. ജീവൻ മോനെ കഴിഞ്ഞോ? നോ സർ, ചെയ്തോണ്ടിരിക്കുക. പവിത്ര മോളെ കഴിഞ്ഞിട്ടുണ്ടാവല്ലോ. പവിത്ര കഴിഞ്ഞില്ല. മിനിഹ ഇല്ല സർ. ആലോചിക്കുന്നു. റിമിത കഴിഞ്ഞിട്ടില്ല സർ. ഹരിത ആദിദേവ് ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ. അഭിനവ് സർ, ചെയ്തോണ്ടിരിക്കുകയാണ്. വസുദേവ് സർ, ചെയ്തോണ്ടിരിക്കുക. മരിയ ആൻസർ ഒന്ന് പറയാമോ മോളെ? മരിയ ഉണ്ടായിരുന്നുണ്ടാവില്ല അല്ലെ സെറ്റ് ബിൽഡർ ഫോമില്? സെറ്റ് ബിൽഡർ ഫോം. ഇത് ഈ റിലേഷൻ കണ്ടിട്ട് ഇത് കണ്ടിട്ട് മോൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. Pയില് 5, 6, 7, Qയില് Q 3, 4, 5 ആണ്. മരിയ എന്തെങ്കിലും ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ടോ മരിയ? റിലേഷൻ 5, 3 അല്ല, അതൊക്കെയാണ്. അല്ല, അതിന്റെ ആ ഒരു കണക്ഷൻ ലോജിക്ക് എന്തെങ്കിലും ആദ്യത്തെ ചാപ്റ്ററിൽ ഇല്ലാത്ത തന്നെയാണ്. നമുക്കത് ശരിയാക്കാം. അഭിനവ് ഒന്ന് പറഞ്ഞേ, ആ സെറ്റ് ബിൽഡർ ഫോം ഒന്ന് പറഞ്ഞു മോനെ. സർ, പറ. സെറ്റ് ബിൽഡർ ഫോം R is equal to set xy such that x minus y equal to 2, x belong to P and y belong to Q. അങ്ങനെയാണ് മോൻ സെറ്റ് ബിൽഡർ ഫോം എഴുതുന്നത്. ഓക്കെ, സെറ്റ് ബിൽഡർ ഫോം അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. R equal to അല്ലെ, R equal to ordered pair xy such that ആ റിലേഷൻഷിപ്പ് പറഞ്ഞത്, ആ കണ്ടീഷൻ അഭിനവ് പറഞ്ഞത് ശരിയാണോ പൗർണമി? യെസ് സർ. യെസ്, ശരിയാണ് എന്നാണ് പൗർണമി പറയുന്നത്. അശ്വന്ത് ആ കണ്ടീഷനുമായിട്ട്, അദ്ദേഹം പറഞ്ഞ കണ്ടീഷനുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണോ അശ്വന്ത്? യെസ് സർ. y equal to x minus 2 എന്നാണ് അഭിനവ് പറഞ്ഞത് അല്ലെ? y equal to x minus 2 എന്നാണ് പറയുന്നത് അല്ലെ? y equal to x minus 2. x belongs to p ആണ്, y belongs to q ആണ്. അതൊക്കെ ശരിയാണ്. അപ്പൊ ഇവിടെ വേറെ x equal to അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, സ്പേസ് ഇല്ലാതാണ് ഇവിടെ എഴുതാം. x equal to ഇവിടെ x എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? x equal to 5, 6, 7. x equal to 5, 6, 7 അല്ലേ? 5, 6, 7 ആണ് വരുന്നത് അവിടെ. പിന്നെ എന്താണ് വന്നിരിക്കുന്നത്? ക്യൂവിനകത്ത് എന്താ വന്നിരിക്കുന്നത്? 3, 4, 5 ആണ് അല്ലെ? 3, 4, 5. അതിന്റെ ആ ഒരു ഭംഗി ഒന്ന് നോക്കി, അതിന്റെ ഒരു ഭംഗി ഒന്ന് കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കാം. ഇവിടെ R equal to xy such that y equal to x minus 2 where x equal to 5, 6, 7. x ന് ഞാൻ 5 കൊടുത്താൽ 5 minus 2 3 ആണ്. x ന് ഞാൻ 6 കൊടുത്താൽ 6 minus 2 4 ആണ്. x ന് ഞാൻ 7 കൊടുത്താൽ 7 minus 2 5 ആണ്. അപ്പൊ y equal to x minus 2 ഇങ്ങനെ എഴുതാം. സെറ്റ് ബിൽഡർ ഫോം R equal to xy such that y equal to x minus 2 where x equal to
5, 6, 7 ഇങ്ങനെ എഴുതണം കേട്ടോ. കാരണം നമുക്ക് അതങ്ങടെ ആ കണ്ടീഷൻ അങ്ങോട്ട് കറക്റ്റ് ആക്കണമല്ലോ, ആ പ്രോപ്പർട്ടി അങ്ങോട്ട് അത് കംപ്ലീറ്റ് ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് x ഈക്വൽ ടു 5, 6, 7 എന്ന് എഴുതിയത്. അല്ലെങ്കിൽ നമുക്ക് ലെസ് ദാൻ 10 അങ്ങനെയൊന്നും എഴുതാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ അങ്ങനെയൊക്കെ എഴുതിയ ആളുകളാണ് സെറ്റില്. ഓർമ്മയില്ലേ? നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ലേ? ഓർമ്മ കിട്ടുന്നില്ലേ മക്കളെ? ഒരാളാണ് മറുപടി പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ റെസ്പോൺസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. സർ ഇപ്പൊ എക്സ് ബിലോങ്സ് ടു പി എന്ന് എഴുതിയാലോ? എക്സ് ബിലോങ്സ് ടു പി. അപ്പൊ നമുക്കത് കംപ്ലീറ്റ് ആക്കണ്ടേ? കുഴപ്പമില്ല, പക്ഷെ അത് കംപ്ലീറ്റ് ആക്കണ്ടേ? നമ്മളിങ്ങനെ ഇന്നതിൽ താഴെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഇവിടെ അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മള് x ഈക്വൽ ടു 5, 6, 7 എന്ന് എഴുതിയിരിക്കുകയാണ്. ഓക്കെ ഓക്കെ സർ. ദെൻ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ വേണമല്ലോ മോളെ. പെർഫെക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ ഓക്കെ. യെസ് സർ. ഇനി ഇതിന്റെ ഡൊമൈൻ ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞു. റോസ്റ്റർ ഫോം, ഇൻ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് ഒന്നാമത്തെ ആൻസർ ആയിട്ടായിരുന്നു. രണ്ടാമത്തെ ആൻസർ ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം എന്താണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്? പറയേണ്ട ആള് വിവേക്. ഐഷ. Yes, sir. പറഞ്ഞോളൂ. All the elements in the set are separated by commas. അല്ല, അതിന്റെ ഉത്തരമാണ് പറയണ്ടേ, ഡെഫിനേഷൻ അല്ല, ഉത്തരം. Set of 5, 3, 6, 4, 7, 5. ഓക്കെ. ഭയങ്കര ലൈറ്റ് ഇട്ടിട്ടില്ലേ റൂമില്? ഇല്ല, ഇവിടെ ലൈറ്റ് ഇല്ല. ഞാൻ പഠിക്കാൻ മാത്രം തന്നെയാണെങ്കിൽ. ഞാൻ പഠിക്കാൻ കാലത്ത് ക്ലാസ് കേൾക്കാൻ മാത്രം വരുന്ന റൂമാണ്, അതുകൊണ്ട് ലൈറ്റ് ഒന്നും ഇല്ല. അല്ല, പഠിക്കുമ്പോ അപ്പൊ ലൈറ്റ് ഇടുന്നില്ല? അതിന് കാലത്ത് വെളിച്ചുണ്ടാവുമല്ലോ. ഓക്കെ. മഴ ആയിക്കോട്ടെ. ശ്രദ്ധിക്കാം. റോസ്റ്റർ ഫോം അല്ലേ? റോസ്റ്റർ ഫോം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇൻ റോസ്റ്റർ ഫോം R ഈക്വൽ ടു ഐഷ പറഞ്ഞത് 5, 3, 6, 4, 7, 5 എന്നാണ് ഐഷ പറഞ്ഞത്. റോസ്റ്റർ ഫോം ഇതാണ് ആ കുട്ടി പറഞ്ഞ റോസ്റ്റർ ഫോമിന്റെ ആൻസർ. ഇത് ശരിയാണോ? ഈ റോസ്റ്റർ ഫോം ശരിയാണോ? പാർത്ഥസാരഥി എന്ന് പറഞ്ഞൊരു കുട്ടി ഇതിനകത്തുണ്ട്. പാർത്ഥൻ. ഈ കുട്ടി പറഞ്ഞത് ശരിയാണോ? ശരിയാണ് എന്ന് പറയുന്നു. പവിത്ര ശരിയാണോ? അവന്തിക സുമോത് ഡൊമൈൻ ഒന്ന് പറയാമോ? അവന്തിക സുമോത്. റിമിത. യെസ് സർ. പറഞ്ഞ മോളെ. ഡൊമൈൻ മാത്രം പറഞ്ഞാൽ മതി. ഡൊമൈൻ 5, 6, 7. ഡൊമൈൻ ഈക്വൽ ടു 5, 6, 7. ആരാണ്? അവന്തികയാണോ? ഓക്കെ. ഡൊമൈൻ 5, 6, 7 എന്ന് കിട്ടി. ഏഞ്ചൽ. Yes, sir. ക്ലാസ്സിൽ ഉണ്ടായതാണല്ലോ ഏഞ്ചൽ. എനിക്ക് ഓർമ്മയുണ്ട്. ഏഞ്ചല് ഉണ്ടായിരുന്നു. ഏഞ്ചൽ ഇതിന്റെ റേഞ്ച് ഒന്ന് പറയാമോ? 3, 4, 5. വെരി ഗുഡ്. റേഞ്ച് എന്ന് പറയുന്നത് 3, 4, 5. ശ്രദ്ധിക്കുക, ഇത് നിരവധി തവണ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ വന്ന ചോദ്യമാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ നോട്ട് ബുക്കിന്റെ അവിടെ എഴുതി വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ഹയർ സെക്കൻഡറി എക്സാമിനേഷന് വന്ന ചോദ്യമാണ് ഈ ചോദ്യം. കേരള സ്റ്റേറ്റ് സിലബസില് പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. അപ്പോ എഴുതി വെക്കാം നിങ്ങള്. ആദ്യം തന്നെ അത് സെറ്റ് ബിൽഡർ ഫോമിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന് വളരെ കൃത്യമായിട്ട് അഭിനവ് ആൻസർ തന്നു. R ഈക്വൽ ടു xy such that y equal to x minus 2 where x equal to 5, 6, 7 എന്ന് എഴുതാം. അല്ലെങ്കിൽ
r equal to xy such that y equal to x minus 2 4 x equal to 5 6 7 എന്ന് എഴുതാം. രണ്ടാമത് റോസ്റ്റർ ഫോമില് അഭിനവ് ആണ് പറഞ്ഞത്. ആദ്യത്തെ ആൻസർ പറഞ്ഞ ആൾ ആരായിരുന്നു? അഭിനവ് ആണ്. റോസ്റ്റർ ഫോം പറഞ്ഞത് ഐഷയായിരുന്നു. ഐഷയാണ് റോസ്റ്റർ ഫോം നമുക്ക് പറഞ്ഞു തന്നത്. ഇന്നതാണ് കേട്ടോ ശരി എന്ന് പറഞ്ഞ വ്യക്തി ഐഷയാണ്. r equal to 5 3 6 4 7 5. ഡൊമൈൻ ആൻസർ റിമിത നമുക്ക് നൽകി 5 6 7. റേഞ്ചിന്റെ ആൻസർ നമുക്ക് ഏഞ്ചൽ ആണ് നൽകിയത് 3 4 5. എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അൽ അഫീഫ് Yes sir. മനസ്സിലായോ? Yes sir. അനഘ PS, അനീന ബി. സർ ഇതെന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്, അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് സാരില്ല കേട്ടോ, ശരിയാവും കേട്ടോ. ഓക്കെ സർ. അടുത്തതിൽ പിടിക്കാൻ പറ്റും, അടുത്ത കണക്കുകളൊക്കെ പിടിക്കാൻ പറ്റും കേട്ടോ. ശരിയാവും കേട്ടോ, പോസിറ്റീവ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. ഓക്കെ സർ. ചിന്മയി മോളെ എന്തായി? ചിന്മയി മനസ്സിലായോ? ചിന്മയി A+ കിട്ടിയപ്പോ എങ്ങനെയായിരുന്നു ചിന്മയുടെ മാനസികാവസ്ഥ? കേട്ടില്ല ഞാൻ. അല്ല, സന്തോഷം ഉണ്ടായിരുന്നോ? സന്തോഷം ഉണ്ടായി. അച്ഛനും അമ്മയ്ക്കൊക്കെ സന്തോഷായോ? അപ്പോ +2 ഇതുപോലെ സന്തോഷം ഉണ്ടാക്കണ്ടേ? ഓക്കെ, ഗുഡ്. അപ്പോ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പ്രോബ്ലം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മറ്റുള്ളവരോട് അടുത്ത പ്രോബ്ലത്തിൽ നമുക്ക് ചോദിക്കാം. അവന്തിക സുമോദ് ലെഫ്റ്റ് ആയോ? അവന്തിക സുമോദ് ആൻസർ പറഞ്ഞില്ലല്ലോ മോള് ചോദിച്ചപ്പോ. എന്ത് പറ്റി? ടൈപ്പ് ഉണ്ടല്ലേ? അവിടെ മഴ പെയ്യുന്നുണ്ടോ? ഇവിടെ നല്ല മഴയാണ്. മഴ പെയ്യുന്നുണ്ടോ അവിടെ? ഇവിടെയും ഗംഭീര മഴയാ. പക്ഷെ ഇവിടെ നെറ്റൊക്കെ പോവാതിരിക്കാനായിട്ട് ക്ലാസ്സിൽ മഴ പെയ്യുന്ന സമയത്ത് നെറ്റൊക്കെ പോവായിരുന്നു. അപ്പൊ നമ്മൾ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ റെഡിയാക്കി. ഇപ്പോ കാരണം നല്ല സന്തോഷത്തിൽ ക്ലാസ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മഴ പെയ്ത ഇവിടെയും പ്രശ്നങ്ങളായിരുന്നു. ഓക്കെ, അടുത്ത കണക്കിലേക്ക് പോവാം. റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, വെരി ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. എഴുതിക്കോളൂ കേട്ടോ. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. A equal to set 1 2 3 5. 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 And B equal to 4 6 9. And B equal to set and B equal to set 4 6 9. Equal to set 4 6 9. Define a relation. Define a relation R from A to B. Define a relation capital letter R from A to B by R equal to xy such that the difference between x and y is odd. The difference between x and y is odd. Space x and y is odd. X and y is odd. X belongs to A. Y belongs to B. Write R in roster. മാത്സ് ക്ലാസ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. +1 +2 നമ്മൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഐഡിയ നന്നായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് നല്ല ഗുണം ഉണ്ടാവും. ഇതിപ്പോ ഞാൻ ചോദ്യം എഴുതി, ഞാൻ തന്നെ അങ്ങ് ആൻസർ ഇപ്പൊ തന്നെ എഴുതാണ്. നിങ്ങൾ ഇങ്ങനെ എഴുതും, നിങ്ങൾ എഴുതിയെടുക്കും. മനസ്സിലായോ? മനസ്സിലായി. അടുത്ത കണക്ക് നിങ്ങൾക്ക് എഴുതും.
പക്ഷെ നമുക്കൊരു ഗുണം ഉണ്ടാവില്ല അങ്ങനെ പോയി. ഇപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് ചിന്തിച്ച് ആൻസർ എഴുതുമ്പോ അതോടൊപ്പം നിങ്ങൾ പഠിച്ചുകൂടിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ മാറ്റുകയും സബ്ജക്റ്റില് ഡെപ്തിലേക്ക് എത്താനായിട്ട് സാധ്യമാവുകയും ചെയ്യും. അപ്പൊ 2 മിനിറ്റ് തന്നെ ആലോചിച്ചു ചോദ്യം വായിക്കാം. 2 മിനിറ്റ് തന്നെ ആലോചിക്കാം. പലരും വീഡിയോ ഒന്നും ഓൺ ആക്കിയിട്ടില്ലല്ലോ. ജിസ്മി ഓക്കെയാണ്. ജയശങ്കർ കണ്ട ഞാൻ പറയുമ്പോഴാ ഓൺ ആക്കുന്നുള്ളൂ. പവിത്ര, അഫ്രീൻ, ഏഞ്ചൽ കണ്ട, ആദിദേവ്, ടി ജെ. അവിടെ നെറ്റൊക്കെ ഓക്കെ അല്ലേ ആദിദേവ്? ആദിദേവ് നെറ്റൊക്കെ വീട്ടില് ചെറിയൊരു പ്രശ്നമുണ്ട് മഴയായാൽ. അന്നാ മോൻ പ്രശ്നം ഉണ്ടെങ്കിൽ വീഡിയോ വേണമെങ്കിൽ ഓഫ് ചെയ്തോളൂ. ഓക്കെ, പക്ഷെ റെസ്പോൺസ് തരണം. ഓക്കെ അല്ലേ ജിസ്മി? സന്തോഷമില്ലാണ്ടാണല്ലോ ഇരിക്കണേ. അഭിരാം മോനെ ഒന്ന് ആലോചിച്ചു കേട്ടോ. ആദ്യത്തെ ക്ലാസ് അല്ല, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾ കേട്ടാ. സാരമില്ല കേട്ടാ, നമുക്ക് ശരിയാക്കാം. സജ്ജന ഫാത്തിമ ഓക്കെ അല്ലേ? ചെയ്യാൻ പറ്റുമോ നോക്കൂ. ചോദ്യം വായിച്ചിട്ട് പറ്റുമോ നോക്കാം. സജ്ജല ഫാത്തിമ, ഭദ്ര, പി ബി ചെയ്യാൻ പറ്റുമോ നോക്കാം. കൃഷ്ണ പ്രദീപ്, കൃഷ്ണ ഉഷാറല്ലേ? കൃഷ്ണ സന, യെസ്. ദേവിക, ബിനോജ്, അൽ അഫീഫ്, ഹരിത, രതീഷ്. ഹരിത മോളെ ആ കോംപ്ലക്സ് നമ്പറിന്റെ എക്സാമിനേഷന് ക്വാഡ്രാറ്റിക് ഇക്വേഷനില് എഴുതാൻ മറന്നു പോയിട്ടാ. ഹരിത. അഭിനവ് ടി വി, അനഘ പി എസ്. പരീക്ഷ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തായിരുന്നു. മാർക്കൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് അയച്ചു തന്ന ആൾക്കാർക്ക് അപ്പൊ തന്നെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒരു 3-4-5 മിനിറ്റിനുള്ളിൽ തന്നെ അവർക്ക് അവരുടെ മാർക്ക് അറിയാൻ സാധിച്ചു. സെന്ററുകളിൽ കൊണ്ടുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് കുട്ടികളുടെ പാരന്റ്സ് എത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒന്നുകിൽ നിങ്ങൾ എത്തിക്കുക. നിങ്ങൾക്ക് എത്തിക്കാൻ പ്രയാസമാണ്, എന്തെങ്കിലും മറ്റു സാങ്കേതിക തടസ്സങ്ങളുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് PDF ആയിട്ട് അയച്ചു തന്നാലും സാരില്ല. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. അപ്പൊ നിങ്ങളത് ഏതെങ്കിലും ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്യണം. നമ്മൾ എക്സാം നടത്തുന്നത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ്. അതിന്റെ മാർക്ക് അധ്യാപകരിൽ നിന്ന് മേടിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഒന്നുകിൽ നിങ്ങൾ PDF കുറെ കുട്ടികൾ എനിക്ക് അയച്ചു തന്നു, എത്താനായിട്ട് സാധ്യമല്ല എന്ന് പറഞ്ഞ് അവര് പേഴ്സണലി ആയിട്ട് നമുക്ക് അയച്ചു തരികയും അത് പറയുകയും ചെയ്തപ്പോൾ നമ്മൾ അതേ രീതിയിൽ തന്നെ അതിനെ എടുത്തു. പക്ഷെ കുറച്ച് കുട്ടികള് പേപ്പറുകളൊക്കെ അതാത് സെന്ററുകളിൽ എത്തിച്ചു. പക്ഷെ 1-2 പേര് കൂടി പേപ്പറുകളൊക്കെ എത്തിക്കാനുണ്ട്. അവര് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഉടനെ തന്നെ കണ്ടെത്തണം. ഇന്ന് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കാം. അപ്പൊ എല്ലാവർക്കും മാർക്ക് എക്സാം കഴിഞ്ഞ അപ്പൊ തന്നെ മാർക്ക് തരാനായിട്ട് സാധിക്കും. അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് മാർക്കിലേക്ക് എത്താനായിട്ടുള്ള ഒരു സംവിധാനം. ഇനി നമുക്കൊരു ഫിസിക്സിന്റെ എക്സാം കൂടിയും വേണം, കെമിസ്ട്രിയും വേണം, ബയോളജിയും വേണം അല്ലെ? അപ്പൊ ഇതുപോലെ തന്നെ മാർക്ക് അപ്പൊ തന്നെ കേട്ടോ. മാർക്ക് ഒരു അയച്ചു തന്നെ ആൾക്കാർക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ലഭ്യമാണ്. മറ്റവർക്കും അതെ, സെന്ററിൽ കൊണ്ടുതരുന്ന ആളുകൾക്കും മാർക്ക് അറിയാം. ഇനി അഥവാ നിങ്ങൾക്ക് മാർക്ക് അറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്നെ വിളിച്ചോളൂ, അല്ലെങ്കിൽ അതാത് ഓഫീസിലൊന്ന് വിളിച്ചോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നമുക്ക് മൺഡേ ഒരു ഫിസിക്സിന്റെ എക്സാം ആയാലോ? മക്കളെ മൺഡേ ഫിസിക്സിന്റെ എക്സാം ആയാലോ? ഓക്കെ, അനുലക്ഷ്മി മൺഡേ നമുക്ക് ഫിസിക്സിന്റെ എക്സാം എടുക്കാം. ഈ ഫിസിക്സ് ഏത് ചാപ്റ്ററാ കഴിഞ്ഞായിരുന്നോ ഏതെങ്കിലും ഒരു ചാപ്റ്റർ? ഇല്ല സർ, കുറച്ചും കൂടി ചെറു പ്രോബ്ലംസ് ഒക്കെ ചെയ്യിപ്പിക്കായിരുന്നു. കുഴപ്പമില്ല. അപ്പൊ കഴിഞ്ഞത് വരെ നമുക്ക് പഠിക്കാം. ഇന്നലെ എടുത്തത് വരെ നമുക്ക് പഠിപ്പിക്കാം. ഓക്കെ സർ. ആ ചാപ്റ്ററിന്റെ പേരൊന്ന് പറയാമോ? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. ഓക്കെ. അപ്പൊ എല്ലാ കുട്ടികളും കേട്ടോളൂ. മൺഡേ നമുക്ക് സാധാരണ പോലെ മോർണിംഗ് ക്ലാസ് ഉണ്ടായിരിക്കും. അന്ന് വൈകുന്നേരം 7 മണിക്ക് എക്സാം. പുതുതായി വന്ന ആളുകൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഒന്ന് ആലോചിച്ചോളൂ. R = XY such that
The difference between x and y is odd എന്നാണ് പറഞ്ഞത്. The difference between x and y is odd. X belongs to A, y belongs to B. Write R in roster form. Write R in roster form. ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി. ഇദാൽ പ്രദീപ്, ഇദാൽ പ്രദീപ്. ഞാൻ രണ്ടുപേരെ സെറ്റാക്കാണ്. ഇദാൽ പ്രദീപ്, ജിസ്മി, ജ്യോതി, കൃഷ്ണ പ്രദീപ് കേട്ടോ. കൃഷ്ണ പ്രദീപ് 3 പേര് റെഡി ആവാം. ഇദാൽ പ്രദീപ്, കൃഷ്ണ, ജിസ്മി. എന്താണ് ജിസ്മിക്ക് ഈ ചോദ്യവുമായിട്ട് എന്നോട് പറയാനുള്ളത്? ജിസ്മി കേൾക്കുന്നില്ലേ? ജിസ്മിയുടെ ആൻസറിലേക്ക് കിടക്കാം. ജിസ്മിക്ക് എന്തൊക്കെയാണ് ജിസ്മിയുടെ മനസ്സിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാത്രം മതി. റോസ്റ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് ഓഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജിസ്മി ആൻസർ പറയാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ജിസ്മിക്ക് എന്താണ് ഫീൽ ചെയ്തിരിക്കുന്നത് അതിലേക്ക് പോവാം. ഞങ്ങൾ എല്ലാവരും ജിസ്മി പറയുന്നത് കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കാം. മോൾക്ക് എന്താണോ പറയാനുള്ളത് പറഞ്ഞു വെച്ചോ. 1 4 1 6 2 9 3 4 3 6 5 4 5 6. ജിസ്മി പറയുന്നത് ഇതൊക്കെയാണ്. 1 4 എഴുതാൻ പറഞ്ഞു, എന്നോട് 1 6 എഴുതാൻ പറഞ്ഞു അല്ലെ? ജിസ്മി പറഞ്ഞത് 1 4 എഴുതൂ, 1 6 എഴുതൂ, 2 9 വേഗം എഴുതൂ, അതുപോലെ 3 4 എഴുതൂ, 3 4 എഴുതൂ, 3 6 എഴുതൂ, 3 4 എഴുതൂ, 3 6 എഴുതൂ, 5 4 എഴുതൂ, 5 6 എഴുതൂ, 5 4 5 6. ശ്രദ്ധിക്കാം. 1 4 1 6 2 9 3 4 3 6 5 4 5 6 എന്ന് ആണ് ജിസ്മി പറഞ്ഞത്. ജിസ്മി പറഞ്ഞ ഉത്തരവുമായി മുന്നോട്ട് പോകാനായിട്ട് ഓക്കെ ആണോ കൃഷ്ണ? ശരിയാണെന്നാണ് കൃഷ്ണ പറയുന്നത്. ഓക്കെ. ഇദാൽ പ്രദീപ്, എന്തുകൊണ്ട് ഈ ജിസ്മിയും കൃഷ്ണയും പറഞ്ഞ ഉത്തരം ശരിയാണ് എന്ന് ഇദാൽ പ്രദീപ് എന്തുകൊണ്ട് പറയുന്നു? എക്സിലത്തെയും വൈലത്തെ എലമെന്റ്സിന്റെ ഡിഫറൻസ് ഓടാണ്. ഡിഫറൻസ് ഓടാണ്. അതൊന്ന് എക്സാമ്പിൾ സഹിതം ഒന്ന് വിശദീകരിച്ച്. 1 ഉം 4 ഉം അവരുടെ ഡിഫറൻസ് 3 ആണ്. 3 ഈസ് ഓഡ് നമ്പർ. ഓക്കെ, ഗുഡ്. 4 - 3 അല്ലേ നമ്പർ അല്ലേ? അങ്ങനെ എടുക്കാം, പോസിറ്റീവ് ആയിട്ട് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പിന്നെ 1 ഉം 6 ഉം അവരുടെ ഡിഫറൻസ് 5 ആണ്. 5 ഓഡ് നമ്പർ. 2 9 7 ആണ്. മോള് പറഞ്ഞോളൂ. 2 9 7 ആണ്. പിന്നെ 3 ഉം 4 ഉം 1 6 ഉം 3 ഉം 3 5 ഉം 4 ഉം 1 6 ഉം 5 ഉം 1. ഓക്കെ, അതായത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മോഡുലസ് എക്സ് മൈനസ് വൈ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? മോഡുലസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാലോ പോസിറ്റീവ് റീഡിംഗ് ആ വരിക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. ഓക്കെ, ആ ഡിഫറൻസ് എടുത്തപ്പോ എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ് കാണിക്കുന്നത് അല്ലെ? 1 4 1 6 2 9 3 4 3 6 5 4 5 6 അതിന്റെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ അത് വ്യക്തമാണ്, അത് ഓഡ് നമ്പർ ആണ് എന്ന് വളരെയധികം വ്യക്തമാണ്. ഓക്കെ, ശരിയാണ്. അഭിനവ് AM, അഭിനവ് ഓക്കെ ആണോ മോനെ? ഓക്കെയാണ്. അഭിനവ് TV മെസ്സേജ് എങ്കിലും അയക്കാം. ആദിദേവ് TJ മോന് മനസ്സിലായോ? അദീഷ B ജോഷി, ആദിത്യൻ AS, അഫ്രീൻ, ഐഷ, അൽ അഫീഫ്, അനഗ PS, അനീന B, ഏഞ്ചൽ, അനുലക്ഷ്മി, അർജുൻ, അരുണ AS, അശ്വന്ത്, ഒരു ഡൗട്ട്. ചിന്മയി VS, ദേവിക ബിനോജ്, ഹരിത, ജയശങ്കർ മേനോൻ, ജയശങ്കർ, ജീവൻ, ജിസ്മി ഓക്കെയാണ്, ജിസ്ന, കൃഷ്ണ, ലക്ഷ്മി,
MS Abhishek, Yes, sir. Okay, sir. James, Minha, Nikhil Raj. Yes, sir. Yes, sir. Nikhil Raj. Yes, sir. Nikhil Raj, Nikiraj ആണല്ലേ നിഖിരാജ് സോറി കേട്ടോ നിഖിരാജ് ഇന്നത്തെ ക്ലാസ്സിൽ കയറാൻ വൈകിയുണ്ടല്ലോ എന്താ പറ്റിയേ മോനെ എന്താ പറ്റിയേ നിഖിരാജ് ഓണാവാൻ സമയം എടുത്ത് ആ ഓക്കെ ഓക്കെ അപ്പൊ നേരത്തെ ആവണോട്ടോ അതിനനുസരിച്ച് ഒരുങ്ങണം കേട്ടോ ഓക്കെ നിങ്ങളുടെ പേര് വിളിക്കുന്നതോടൊപ്പം നിങ്ങളെയും എന്റെ മനസ്സിലേക്ക് പതിയാണ് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഒരാള് പുതുതായിട്ട് വന്നാലും ലേറ്റായി വന്നാലും എനിക്ക് എളുപ്പത്തിൽ മനസ്സിലാവും അപ്പോ ഞാൻ വെറുതെ നിങ്ങളെ പേര് വിളിക്കുന്നതല്ല അങ്ങനെ അവിടെ ഇവിടെ നോക്കി വിളിക്കുന്നതല്ല മനസ്സിൽ തട്ടി തന്നെ വിളിക്കുന്നതാണ് അപ്പൊ എനിക്ക് ഈ ക്ലാസ്സിലുള്ള എല്ലാവരുടെ പേരുകളും അവരെപ്പോ വന്നു എന്നും അല്ലെങ്കിൽ ഞാൻ നേരത്തെ വിളിച്ചതാണോ എന്നൊക്കെ എനിക്ക് നല്ല ബോധം ഉണ്ടാവും അതിലുപരിയായിട്ട് ക്ലാസ്സിന്റെ തുടക്കം തന്നെ ഓരോ വിദ്യാർത്ഥിയും ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം പാർത്ഥസാരഥി പവിത്ര മോളെ ഓക്കെ അല്ലേ പവിത്ര പൗർണമി റിമിത സജിത സജില ഫാത്തിമ സജിത അബു എന്ന് പറഞ്ഞ ഒരു ഐഡി സജിത ഞാൻ ഹസ്നാണ് ആ ഓക്കെ ഓക്കെ ഞാൻ ഈ പേര് പരിചയമില്ലാത്ത അവിടെ സ്റ്റോപ്പായി പെട്ടെന്ന് ഓക്കെ മോളെ ഓക്കെ ഓക്കെ സന ES ശിവാനി വസുദേവ് ആൻഡ് വിവേക് ഒരിക്കലും റെസ്പോൺസ് ഇല്ല വിവേക് നിർബന്ധമായിട്ടും എന്താണ് മോൻ നേരത്തെ ഒന്നും മറുപടി പറയാണ്ടിരുന്ന മോനെ ഓക്കെ ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ 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 മോനെ കുഴപ്പമില്ല മെസ്സേജ് വിട്ടാൽ മതി ഡൗട്ട് പറഞ്ഞോളൂ സാർ ഇപ്പൊ അതിനകത്ത് ചെയ്തില്ലേ 5ഉം 4ഉം അതിന്റെ ഡിഫറൻസ് -1 അല്ലേ വരാ 5 4 എടാ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പോ നമുക്ക് മോഡുലസ് x-y എന്നുള്ള ഒരു പ്രോപ്പർട്ടി എടുത്താൽ കറക്റ്റ് ആയില്ലേ മോഡുലസ് -y എടുത്താൽ ഈ സോഡ് അടിച്ചു വരില്ലേ വരും പ്രശ്നം കഴിഞ്ഞില്ലേ ഞാനത് സൂചിപ്പിച്ചായിരുന്നു xy മോഡുലസ് x-y സോഡ് x belongs to a y belongs to b ഇനി അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അശ്വന്ത് ഒരു കാര്യം ചെയ്തോളൂ നോട്ട്ബുക്കിന്റെ സൈഡിൽ എഴുതി വെക്കാം എങ്ങനെ എഴുതി വെക്കാം മോൻ xy such that modulus x minus y അല്ലേ modulus x minus y is odd ആണ് അല്ലേ is odd x belongs to a ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചിരുന്നു x belongs to a y belongs to b ക്ലിയർ അല്ലേ മോനെ സാറേ ക്ലിയർ മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പൊ റെഡി ആയിട്ട് ഉഷാറായിട്ടിരിക്കാം ഈ പ്രോബ്ലം ചെയ്താണോ അല്ലെങ്കിൽ എനിക്കൊരു ഡൗട്ടായി ആരാണ് അത് പറയാ ഞാൻ ഒരു ചോദ്യം പറയാം ചിന്മയി നോട്ട്ബുക്ക് ഒക്കെ ഒന്ന് നിർത്തിയേ ഈ ചോദ്യം ഡിറ്റർമൈൻ ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ബൈ ആർ ഈക്വൽ ടു x, x plus y ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള ബുക്കിൽ കാണുന്നുണ്ടോ എന്നിട്ട് x plus y 0 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് ചെയ്താലോ ഓക്കെ 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 അടുത്ത ക്വസ്റ്റ്യൻ ഇതും ചെയ്തതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഒന്ന് നോക്കി കേട്ടോ define a relation R, capital letter R on the set n of natural numbers by R equal to xy such that y equal to x plus 5 is a natural number less than 4. ചെയ്തിട്ടുണ്ടോ എന്നിട്ട് y belongs to n എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള പ്രോബ്ലം ചെയ്തിട്ടുണ്ടോ ഇല്ല എഴുതിക്കോ define a relation capital letter R define a relation capital letter R define a relation capital letter R on the set n of natural numbers define a relation capital letter R on the set n of natural numbers by R equal to xy such that y equal to x plus 5 y equal to
y equal to x plus 5, comma x is a natural number less than 4, comma x is a natural number less than 4, natural number less than 4, comma xy belongs to n, xy belongs to n, xy belongs to n. Close the step. Depict this relationship using roster form. Depict this relationship using roster form. Write down the domain and range. Write down the domain and range. ചെയ്യാട്ടോ. Write down the domain and range. ചെയ്യാം, ആലോചിച്ച് നോക്കാം, ചെയ്യാം. ആൻസർ റൈറ്റ് ഡൗൺ. ശ്രദ്ധിക്കാം. ആദ്യത്തെ ചോദ്യം റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Define a relation capital R on the set n of natural numbers by R equal to xy such that condition ഉണ്ട് y equal to x plus 5 അല്ലേ, y equal to x plus 5, x is a natural number less than 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. X is a natural number less than 4. അപ്പൊ എന്താണ് റോസ്റ്റർ ഫോം എന്നാണ് അറിയേണ്ടത്. R equal to roster form ചോദിക്കുന്ന ആൾ പറഞ്ഞാൽ മതി. ഒന്ന് പറഞ്ഞോളൂ പവിത്ര. ആൻസർ ഈസ് 1627. പറഞ്ഞോളൂ. 2738. ഇനിയുണ്ടോ 38 കഴിഞ്ഞിട്ടുണ്ടോ? പവിത്ര ഇനിയുണ്ടോ? പറയൂ പവിത്ര. ഇല്ല സർ. ഇല്ല, കഴിഞ്ഞു. എന്തുകൊണ്ട്? Less than 4 എന്ന് പറഞ്ഞത് അല്ലേ. x is a natural number അല്ലേ, x is a natural number less than 4 എന്ന് പറയും. less than 4 എന്ന് പറയുമ്പോ x ന് 1 സെലക്ട് ചെയ്യണം, 1 plus 5 6, x ന് 2 സെലക്ട് ചെയ്യണം, 2 plus 5 7, x ന് 3 സെലക്ട് ചെയ്യണം, 3 plus 5 8. ശരിയാണോ? ഉത്തരം ശരിയാണോ ചിന്മയി? ശരിയാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒന്ന് പറഞ്ഞേ, മനസ്സിലായോ എന്ന് പറഞ്ഞേ. ലെസ് ദാൻ 4 എന്നല്ലേ പറഞ്ഞത്. അപ്പൊ x നെ 1 2 3 അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ അശ്വന്ത്? ക്ലിയർ അല്ലേ അശ്വന്ത്? മറ്റു കുട്ടികൾ ഒന്ന് മറുപടി പറയൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് അവന്തിക സുമോദ് ഡൊമൈൻ 1 2 3. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് അവന്തിക സുമോദ് റേഞ്ച് 6 7 8. ഡൊമൈൻ കിട്ടി, റേഞ്ച് കിട്ടി, റോസ്റ്റർ ഫോമും റെഡിയായി അല്ലേ. റോസ്റ്റർ ഫോമും റെഡിയായി കഴിഞ്ഞു. അപ്പൊ അതും എല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് let A equal to set xy z. Let A equal to set xy z. A equal to set xy z and B equal to set 1 2 and B equal to set 1 2. Find the number of relations. Find the number of relations from A to B. Find the number of relations from A to B. ഇത് ഞാൻ ചെയ്തുതരാം. ചോദ്യം ഒന്ന് വായിക്കാം. ഇവിടെ ഒരു ഫോർമുല പ്രകാരമാണ് നമ്മളിത് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഒരു ഫോർമുല പ്രകാരമാണ് നമ്മളിത് അറേഞ്ച് ചെയ്യുന്നത്. ആൻസർ എഴുതാം. ചോദ്യം എഴുതി. Let A equal to set xy z
and B equal to set 1, 2. Find the number of relation from A to B. Find the number of relation from A to B. Answer is answer given A equal to X, Y, Z. Number of A എന്ന് പറയുന്നത് 3 ആണ്. Number of A 3. Number of A എന്ന് പറയുന്നത് 3 ആണ്. Number of relation, number of A equal to 3, B equal to 1. Number of B എന്ന് പറയുന്നത് 2 ആണ്. Number of A 3, number of B 2 ആണ്. Number of A cross B എന്ന് പറഞ്ഞാൽ A cross B. Number of A cross B എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? Number of A cross B എത്രയായിരിക്കും? 6. 6. Very good. Means 3 into 2, 6. അല്ലേ? A cross B എന്ന് പറഞ്ഞാൽ x1, x2, y1, y2, z1, z2. നമുക്ക് ഇതിന്റെ റിലേഷൻസുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുന്ന റിലേഷൻസ് ഫ്രം A to B എന്ന് പറഞ്ഞാൽ ധാരാളം നമ്പർ ഓഫ് സബ്സെറ്റ്സുകൾ എഴുതാൻ സാധിക്കും. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് A cross B എന്നാണ് പറയാ കേട്ടോ. ആ റിലേഷൻ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഒരു സംശയത്തിന്റെ ആവശ്യം വേണ്ട. ആ പോയിന്റ് എഴുതി വെക്കാം. അടിയിൽ എഴുതാം നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B ഈക്വൽ ടു നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B ഈക്വൽ ടു അതൊന്ന് ബോക്സിൽ ഇട്ടു കേട്ടോ. ആ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B എന്ന് പറഞ്ഞാൽ number of relations from A to B equal to number of subsets of A cross B. 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 Your answer is അതൊരു ഞാൻ പറഞ്ഞു നമ്മൾ ഫോർമുല ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നതെന്ന് പറഞ്ഞു. Number of relations from A to B equal to number of subsets of A cross B എന്ന് പറയുമ്പോൾ ആൻസർ 2�6 ആണ്. നമ്മൾ 2n എന്ന് പഠിച്ച ആൾക്കാരാണ്. 2n equal to your answer is 64 എന്ന്. 2�6 equal to 64 എന്ന് കിട്ടി. 60. Let A equal to set x, y, z and B equal to set 1, 2. Find the number of relation from A to B. അതൊരു ഫോർമുലയാണെന്ന് ഞാൻ പറഞ്ഞു. Number of relations from A to B given A equal to x, y, z, B equal to set 1, 2. Number of A equal to 3. Number of Aയില് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കി. 3 എലമെന്റ്സ് ആണുള്ളത്. ബിയില് 2 എലമെന്റ്സ് ആണുള്ളത്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ നമ്പർ ഓഫ് A cross B കാണുക. നമ്പർ ഓഫ് A cross B എന്ന് പറഞ്ഞാൽ 6. 3 into 2, 6. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B എന്ന് പറഞ്ഞാൽ 2�6, 60. 2�6, 64. ഈ പ്രോബ്ലം നല്ല ആഴത്തിലൊന്ന് ചിന്തിക്കണം. ചിന്തിച്ചിട്ട് ഇതൊരു വർക്കായിട്ട് ഞാൻ തരാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെക്കുറിച്ച് ഒന്നുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും അടുത്ത ക്ലാസ്സിൽ. നിങ്ങളിത് ഒരിക്കൽ കൂടി ഇത് ചിന്തിച്ചിട്ട് ആ 2�6, 64 ഒന്നും നമുക്ക് എഴുതേണ്ട കാര്യമില്ല. പക്ഷെ അത് എങ്ങനെയൊക്കെയാണ് എന്നൊന്ന് നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. അടുത്ത ക്ലാസ്സിലാണ് അത് ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളതൊന്ന് ആലോചിച്ച് റെഡിയാക്കി വെക്കണം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുമായിട്ടൊന്നും കൂടി ഒരു കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ആലോചിക്കാം. പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുമായി ഒന്ന് ആലോചിച്ച് നമ്മൾ അങ്ങനെ പഠിച്ച് നമുക്ക് പോകണം. അപ്പോൾ ഇതിപ്പോ തൽക്കാലത്തേക്ക് ഇങ്ങനെ എഴുതി വെച്ചു. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ തന്നെ ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പൊ നമ്മൾ ആ ഫോർമുലയും കാര്യങ്ങളൊക്കെ എഴുതി. അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാണ്. ഇതുമായിട്ടുള്ള ആൻസർ എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ഒരു പ്രോബ്ലം ശ്രദ്ധിക്കാട്ടോ. അടുത്ത പ്രോബ്ലം എഴുതിക്കൊള്ളൂ. In the figure below shows a relation between the sets P and Q. The figure below shows a relation between the sets P and Q. The
The figure below shows a relation between the sets P and Q. The figure below shows a relation between the sets P and Q. Write this relation between the sets P and Q. Write this relation. Number 1 in set builder form. Write this relation. Number 1 in set builder form. Number 2 in roster form. Number 1 in set builder form. Number 2 in roster form. What is its domain and range? What is its domain and range? The figure below shows a relation between the sets P and Q. Between the sets P and Q. Write this relation. Number 1 in set builder form. Number 2 in roster form. What is its domain and range? What is its domain and range? What is its domain and range? ഇവിടെ P വരുന്നു, ഇവിടെ Q വരുന്നു. PQ വരുന്നു. ഇവിടെ 9, ഇവിടെ 4, ഇവിടെ 25. 9, 4, 25. 5, 3, 5, 3, 2, 1. 2, 1. -2, -3, -5. -2, -3, -5. അപ്പൊ അവിടെ വരുന്നത് 9 3 ഉണ്ട്, 9 -3 ഉണ്ട്, 4 2 ഉണ്ട്, 4 -2 ഉണ്ട്, 25 5 ഉണ്ട്, 25 -5, 25 -5, 25 -5. Pയില് 9 4 25, Qയില് 5 3 2 1, -2 -3 -5, 9 3ലേക്ക് 9 -3, 4 2 4 -2, 25 5 25 -5. ആലോചിക്കാം, ആൻസറിലേക്ക് പോവാം. ആലോചിക്കാം, ആൻസർ ചെയ്യാം. ആലോചിച്ചോളൂ കേട്ടോ. പറഞ്ഞോളൂ. ഈ റിലേഷൻ ഇങ്ങനെ വരച്ചേക്കണത് ക്വസ്റ്റ്യൻ തന്നേക്കണതാണോ? അതെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും കേട്ടോ. ഇൻ ദി ഫിഗർ ബിലോ വായിച്ചില്ലേ? കേട്ടോ, നിങ്ങൾ ആലോചിച്ച് റിലാക്സ് ചെയ്ത് ആലോചിച്ചിട്ട് ഇത് ഒരു ധൃതിയില്ല നമുക്ക്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? കേൾക്കാമോ? ഓക്കെ അല്ലേ? യെസ് സർ. നമുക്ക് ആൻസർ ആരാ പറയാ? മിൻഹ പറഞ്ഞേ. മറ്റേ സെറ്റ് ബിൽഡർ ഫോമിലാണെങ്കിൽ സെറ്റ് ഓഫ് എക്സ് വൈ സച്ച് ദാറ്റ് റൂട്ട് എക്സ് ഈക്വൽ ടു വൈ വേർ എക്സ് ബിലോങ്സ് ടു പി ആൻഡ് വൈ ബിലോങ്സ് ടു ക്യൂ, അങ്ങനെയാണോ? അങ്ങനെയാകാം, കുഴപ്പമില്ല. മോളുടെ അഭിപ്രായം മോള് പറഞ്ഞു. പിന്നെ ഡൊമെയിൻ അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. റിസാന പറഞ്ഞോളൂ. സെറ്റ് എക്സ് വൈ ബിലോങ്സ് ടു എക്സ് കിട്ടല്ല. ശരിക്കും കണ്ണുകളൊക്കെ ഇങ്ങനെ തുറന്നു നോക്കിക്കോട്ടെ. കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു. കൃഷ്ണ ശരിയായില്ല, ഫീൽ ചെയ്യുന്നില്ല. ലക്ഷ്മി ടിയ, എനി ഐഡിയ? Set of xy such that y equal to root x where x equal to 9 or 25. Okay. Avantika Sumot. Yes sir. Yeah. R equal to xy such that x is the square of y, x belongs to p, y belongs to q. Nana Avantika പറയുന്നത്. Okay. Adidev TJ. Adidev.
Yes, sir. R equal to xy such that x is the square of y, x belongs to B and y belongs to Q. Abhinav AM. Sir, R equal to set of xy such that y equal to plus or minus root x, x belong to P, y belong to Q. Jismi. Yes, sir. R equal to set of x comma y such that x is the square of y where x belongs to P and y belongs to Q. Okay. Chinmayi. എനിക്ക് കിട്ടിയില്ല സാർ. പറഞ്ഞോളൂ ചിന്മയി. എനിക്ക് കിട്ടിയില്ല സാർ. ഓക്കെ ഓക്കെ, ശരിയാക്കാം. ശ്രദ്ധിക്കാട്ടോ, ശരിയാക്കാം, ശ്രദ്ധിക്കാം. ഇവിടെ 9 3 അവിടെ -3 വന്നു അല്ലെ. 9 3 -3 ചെറിയ റിലേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞു. 9 3 -3. അതുപോലെ 4 2 -2 ആണ്. 25 5 -5 ആണ് അല്ലെ. 5 -5. 9 3 -3, 4 2 -2, അതുപോലെ 25 5 -5 ആണ്. ഇത് കാണുമ്പോൾ നമുക്ക് ഒരു ചെറിയ ഐഡിയ മനസ്സിലേക്ക് വരും. അപ്പൊ അത് എഴുതി വെക്കാം. ആൻസർ എഴുതാം. R equal to xy such that R equal to xy such that x is the square of y. X is the square of y. X is the square of y. Correct? X is the square of y. X belongs to P, y belongs to Q എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. xy such that x is the square of y. X is the square of y. X belongs to P, y belongs to Q. അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഡൊമൈൻ 9 4 25. ഡൊമൈൻ എന്ന് പറയുന്നത് 9 4 25. റേഞ്ച് എന്ന് പറയുന്നത് ഡൊമൈൻ ഈക്വൽ ടു 9 4 25. റേഞ്ച് എന്ന് പറയുന്നത് 5 3 2 -2 -3 നെഗറ്റീവ്. റേഞ്ച് 5 3 2 -2 -3 -5. ക്ലിയർ ആണോ? യെസ് സർ, ക്ലിയർ ആണ്. ഓക്കെ, വെരി ഗുഡ്. വളരെ സന്തോഷത്തോടു കൂടി ക്ലിയർ ആണ് എന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. പറഞ്ഞോളൂ സർ. ഇവിടെ സെറ്റ് ബിൽഡർ ഫോമിൽ ഇത് മുമ്പ് ചെയ്ത പോലെ x equal to 9 4 25 എന്നൊന്നും ചെയ്യണ്ടേ? അല്ല, അത് അങ്ങനെ എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ സെറ്റ് ബിൽഡർ ഫോം ഇങ്ങനെ എഴുതാവൂ എന്നൊന്നുമില്ല. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അവസാനമൊക്കെ വരുന്നത്. ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, അത് ലെസ് ദാൻ 7 ആയാലും കുഴപ്പമില്ലല്ലോ, അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ സർ. ഇപ്പൊ റൂട്ട് x is equal to y എന്ന് പറഞ്ഞാലും ഈ സെയിം മീനിങ് അല്ലേ വരണ? x is the square of y. ഓക്കേ. X is the square of y. നമ്മളത് ഭംഗിയായിട്ട് എഴുതിയെന്നുള്ളൂ കേട്ടോ. X is the square of y. ഇതാണ് ഡൊമൈനും റേഞ്ചും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി ഒരു പ്രോബ്ലം ഹോംവർക്ക് ഒന്ന് ചെയ്യാം. 2.2 എക്സർസൈസ് 2.2 9th question. Exercise 2.2 question number 9. ട്രൈ ചെയ്ത് നോക്കാം. കിട്ടിയില്ലെങ്കിലും സാരമില്ല, ട്രൈ ചെയ്ത് നോക്കണം. കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല, അതൊന്ന് ശ്രമിച്ചു നോക്കണം. എല്ലാ പ്രോബ്ലംസും അവിടെ നമ്മൾ ചെയ്ത് തീർത്തു. റിലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കില് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്, നമ്മൾ ഈ റിലേഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്കില്
പഠിച്ച് വച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ആദ്യത്തെ റിലേഷൻസിന് 2.2 എല്ലാ കണക്കും ചെയ്യുകയും ഒരു പ്രോബ്ലം മാത്രം ഹോംവർക്ക് തരുന്നു. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ ആ നമ്പർ ഓഫ് റിലേഷൻസ് ആധികാരികമായി നിങ്ങളോട് ചിന്തിക്കാൻ ഞാൻ പറഞ്ഞിരിക്കുന്നു. അതുവരെ അവിടെ നിൽക്കട്ടെ. റിലേഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ റിലേഷൻസിന്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചു വെച്ചത്? പറഞ്ഞോളൂ ആദ്യമേ. കാർട്ടീഷ്യൻ പ്രൊഡക്ട്സ് ഫസ്റ്റ് ഭാഗം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ മാത്സ് ക്ലാസ് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഒരുമിച്ച് മൂവ് ചെയ്യാം. ഒരുമിച്ച് ആദിദേവ് TJ പറയുന്നു, ആദ്യം തന്നെ റിലേഷൻസ് എന്ന് പറയുന്ന ഭാഗം പഠിപ്പിച്ചപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് എന്നാണ് ആദിദേവ് TJ പറയുന്നത്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അപ്പൊ എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്? ആദിദേവ് അവിടെ നിന്നോളൂ കേട്ടോ, പോകരുത്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്തിനാണ് ഞാൻ അവതരിപ്പിച്ചത്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റും ഈ റിലേഷനും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? അശ്വന്ത്. യെസ് സർ. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് രണ്ട് സെറ്റുകളുടെ ക്രോസ് ആണ്. ഓക്കെ അണ്ടർസ്റ്റുഡ്. പറഞ്ഞോളൂ. ഓക്കെ, തുടരൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെറ്റ് എ ആൻഡ് സെറ്റ് ബി, അതിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ A ക്രോസ് B എന്നാ. ബാക്കി എന്റെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞേ. ക്വസ്റ്റ്യൻ, എന്റെ ചോദ്യം, ഇപ്പോ ആദിദേവ് പറഞ്ഞു കാർട്ടീഷ്യൻ പ്രോഡക്റ്റുമേയാണ് ഞാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തിനാണ് ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റുമേ തുടങ്ങുകയും എന്നിട്ട് റിലേഷനില് വേറെ എന്തൊക്കെയോ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തു? എന്തിനായിരിക്കും ഞാൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ ചോദ്യം മനസ്സിലാവുണ്ടോ? റിലേഷനില് റീപ്രസെന്റേഷൻ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്യണ മാതിരിയാണ്. അല്ല, അവിടെ ഒരു മാത്തമാറ്റിക്കൽ വേർഡ് വരും. ആ മാത്തമാറ്റിക്കൽ വേർഡിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പറഞ്ഞതിന് ശേഷം റിലേഷനിലേക്ക് പോയിട്ട് ഇന്ന കാര്യങ്ങളാണെന്ന് പറയുകയും അപ്പോ അവിടെ ഒരു മാത്തമാറ്റിക്കൽ ഒരു വേർഡ് അവിടെ പ്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട്. ആ മാത്തമാറ്റിക്കൽ വേർഡാണ് എനിക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ കുറിച്ചൊക്കെ ആധികാരികമായി സംസാരിച്ചത്. ഓർഡേർഡ് പെയർ ആണ്. ഓർഡേർഡ് പെയർ അല്ലോ. ഒന്നും കൂടി ആലോചിച്ച് നോക്കി. സർ കാർട്ടീഷ്യൻ പ്ലെയിൻ ആണോ? അല്ല, പറയാം. ആദ്യം അല്ല ഞാൻ ചുമ്മാ ചോദിക്കും കേട്ടോ. ഞാൻ ചുമ്മാ ചോദിക്കുന്നു. അതെ. ആരാ ഇപ്പൊ സംസാരിച്ച ആളുടെ പേര്? സജില ഫാത്തിമ. സജില ഫാത്തിമ. പിന്നെ ഭദ്ര പറഞ്ഞു അല്ലേ? വലിയ കാര്യമായിട്ടേ നോക്കേ, ഇത്രേ ഉള്ളൂ. ഈ നമ്മളിപ്പോ അശ്വന്ത്, നമ്മളിപ്പോ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. വലിയ സംഭവം ഒന്നല്ല. PQ ഞാനിവിടെ ABC, ഇവിടെ സഞ്ജു സാംസൺ എന്ന് എഴുതി. സഞ്ജു സാംസൺ. ഇവിടെ വേറെ കുറച്ച് ആൾക്കാരുടെ പേര് എഴുതി. അപ്പൊ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന് ഇങ്ങനെ ഏത് പേര്? AK സഞ്ജു, യുവരാജ് സിംഗ്, പിന്നെ ആരാ, വിരാട് കോഹ്ലി, അങ്ങനെയൊക്കെ എഴുതാമെന്ന് കരുതാം. പഴയ ആൾക്കാരുടെ പേരൊക്കെ വന്നുള്ളൂ. ലക്ഷ്മൺ. അപ്പൊ വിരാട് കോഹ്ലി, അങ്ങനെയൊക്കെ എഴുതി. അപ്പോ ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കാൻ പറഞ്ഞാല് A സഞ്ജു സാംസൺ, A യുവരാജ് സിംഗ്, A വിരാട് കോഹ്ലി, A ലക്ഷ്മൺ, B സഞ്ജു സാംസൺ, B യുവരാജ് സിംഗ്, B വിരാട് കോഹ്ലി, B ലക്ഷ്മൺ, C സഞ്ജു സാംസൺ, C യുവരാജ് സിംഗ്, C വിരാട് കോഹ്ലി ആൻഡ് C ലക്ഷ്മൺ. ഓർഡർ പേരിലേക്ക്. ഇവിടെ നമ്മളിപ്പോ ഒരു റിലേഷൻ കാണിച്ചതാണ്. എന്ന് സഞ്ജു സാംസണിലേക്കും ബിന്ന് യുവരാജ് സിംഗിലേക്കും സിയിൽ നിന്നും വിരാട് കോഹ്ലിയിലേക്കുമാണ് കാണിക്കുന്നത്. അപ്പോ ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് ഞാൻ എഴുതിയിരിക്കുന്ന റിലേഷൻ എന്ന് എനിക്ക് പറയാം അല്ലെ. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ
സബ്സെറ്റ് ആണ് ഈ റിലേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. കറക്റ്റ് അല്ലേ? പറയൂ. യെസ് സർ. അപ്പോ അത് അവിടെ ആ ഒരു മാത്തമാറ്റിക്കൽ വേർഡിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തത്. അപ്പോ ശ്രദ്ധിക്കണം, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, എ സബ്സെറ്റ് ഓഫ് പി ക്രോസ് ക്യൂ ബൈ ഇൻട്രൊഡ്യൂസിംഗ് എ റിലേഷൻ ആർ ബിറ്റ്വീൻ ദ ഫസ്റ്റ് എലിമെന്റ് എക്സ് ആൻഡ് ദ സെക്കൻഡ് എലിമെന്റ് വൈ ഓഫ് ഈച്ച് ഓർഡേർഡ് പെയർ. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വീണ്ടും ആദിദേവ് ടീച്ചറിലേക്ക് മടങ്ങി വരാം. പറഞ്ഞോളൂ ആദിദേവ്. പറഞ്ഞോ, വീഡിയോ ഓണാക്ക്, കാണട്ടെ, വീഡിയോ ഓണാക്കി. പറഞ്ഞോ. അത് കഴിഞ്ഞിട്ട് ക്രോസ് വെച്ച് പറഞ്ഞു, മറ്റേ കാർട്ടീഷ്യൻ പ്ലെയിൻ തന്നെ പെയർ ഈക്വൽ ആയിട്ട് വരുന്നതൊക്കെ. പിന്നെ മനസ്സിന്ന് പറയാൻ പറ്റണം കേട്ടോ. പിന്നെ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ, എ ക്രോസ് സി അങ്ങനത്തെ പ്രോബ്ലംസ് വരുന്നത്. എ ക്രോസ് ബി ഇന്റർസെക്ഷനും പിന്നെ പറഞ്ഞോളൂ. അത് കഴിഞ്ഞിട്ട് റിലേഷൻസ് അല്ലേ എടുത്ത് റേഞ്ച് അതൊക്കെ അതിലേക്കാണ് എത്തണം. മോൻ റെസ്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇത്രയും പറഞ്ഞതിന് വളരെ വളരെ സന്തോഷം. പിന്നെ മോൻ ഇതുവരെ സംസാരിക്കാറുള്ളത് ഇംഗ്ലീഷിലായിരുന്നു, എന്നോട് ഇത്രയും നേരമൊക്കെ സംസാരിച്ചത്. അപ്പൊ മോൻ ഇംഗ്ലീഷിൽ തന്നെ മറുപടി പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, മലയാളത്തിലേക്ക് വരണ്ട, ഇംഗ്ലീഷിൽ തന്നെ മോൻ സംസാരിച്ചോ. എങ്ങനെയായിരുന്നോ സംസാരിച്ച അതേ രീതിയിൽ തന്നെ പോയിക്കോട്ടെ. ഓക്കെ, ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. മിനിഹ ബാക്കി എന്തൊക്കെയായിരുന്നു പറഞ്ഞു? വീഡിയോ ഓൺ ആക്കിയിട്ട് ആക്റ്റീവായിട്ട് പറഞ്ഞോളൂ. ബാക്കി എന്തൊക്കെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഈ കോഡൊമെയിനും അതൊക്കെ പറഞ്ഞു. പിന്നെ ഈ കോഡൊമെയിൻ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു. ഭംഗിയിൽ പോരട്ടെ, ഭംഗിയില്. പിന്നെ പറഞ്ഞത് എന്തൊക്കെയാണ്? ഡൊമൈൻ പറഞ്ഞു, റേഞ്ച് പറഞ്ഞു, കോഡൊമെയിൻ പറഞ്ഞു. പിന്നെ കോഡൊമെയിൻ റേഞ്ചിന്റെ സബ്സെറ്റ് ആണ് അങ്ങനെ പറഞ്ഞു. അല്ല, ഒന്നുകൂടി പറഞ്ഞു. ഡൊമൈൻ പറയുന്നത് കറക്റ്റ് ആയിരിക്കണേ. അതിൽ ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡൊമൈൻ ഫസ്റ്റ് എലമെന്റ്സ് ഓർഡേർഡ് പെയറില. ഇപ്പൊ എ ടു ബിയിലാണെങ്കിൽ അങ്ങനെ ഫസ്റ്റ് എലമെന്റ്സും റേഞ്ച് സെക്കൻഡ് എലമെന്റ്സും തേർഡ്, പിന്നെ ഹോൾ സെറ്റ് ബി ആയിരിക്കും കോഡൊമെയിൻ. ഓക്കെ, വെരി ഗുഡ്. അതില് മോള് പറഞ്ഞതിൽ എന്തോ എനിക്കത് വ്യക്തമായില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ദ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ് ഓഫ് ദ ഓർഡേർഡ് പെയർ അല്ലെ? ദ സെറ്റ് ഓഫ് first element of the ordered pairs in a relation R from a set A to a set B is called the domain of the relation R. Domain of the relation R. Ordered pairile first element ഇനെയാണ് ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഓർഡേർഡ് പെയറിലെ സെക്കൻഡ് എലമെന്റിനെ റേഞ്ച് എന്ന് വിളിക്കാം. ആ ഹോൾ സെറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? The whole set B is called the codomain of the relation R. അതായത് the set of all second elements in a relation capital letter R from a set A to a set B is called the range of the relation R. Range of the relation R. The whole set B is called the codomain of the relation R. അപ്പൊ ഞാനൊരു ചുമ്മാ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. 1 2 3 4 5 കൂടുതൽ വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. 2 6 7 8 9 ചുമ്മാ എന്റെ മനസ്സിൽ തോന്നിയ ഒരു സംഭവം അവിടെ ഇങ്ങനെ ഞാൻ എഴുതി. ഇതില് റേഞ്ച് മറ്റേ നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. റേഞ്ച് എന്ന് പറയുന്നത് 6 7 8 9 10 ആയിരിക്കും അല്ലെ? 6 7 8 9 10 ആണ്. 6 7 8 9 10 ആണ്. കോഡൊമൈൻ എന്ന് പറയുന്നത് ആ ഹോൾ സെറ്റിനെയാണ് അല്ലെ? ഹോൾ സെറ്റ് എന്ന് പറയുമ്പോൾ 2 6 7 8 9 10. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാന്ന് ഞാൻ പറഞ്ഞു. റേഞ്ച് ഇതൊന്ന് ബോക്സിൽ ഇട്ടത് കൃത്യമായിട്ട് പഠിക്കണം. സബ്ജക്ട് ഓർ ഈക്വൽ ടു ആണ് കോഡൊമൈൻ. റേഞ്ച് സബ്ജക്ട് ഓർ ഈക്വൽ ടു കോഡൊമൈൻ എന്നുള്ളത് അല്ലെ? എങ്ങനെയാണ് ഇതൊന്ന് പഠിക്കണം കേട്ടോ. ഞാൻ എഴുതിട്ടൊന്നുണ്ടായിരുന്നു, അതാണ് പറയേണ്ടത്. അപ്പൊ നമ്മള് ഒരാൾ ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കണം. റേഞ്ച്
അവിടെ ഒരു എക്സാമ്പിൾ സഹിതം നമ്മൾ പറഞ്ഞു. ഇപ്പോ ഞാൻ ഡൊമൈൻ എഴുതിയില്ല കേട്ടോ, ഡൊമൈൻ നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ആണല്ലോ, റേഞ്ചും അണ്ടർസ്റ്റുഡ് ആണ്. ആ ഹോൾ സെറ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ, ഒരു എക്സാമ്പിൾ ഇട്ട് കാണിച്ചതാണ് ഹോൾ സെറ്റ്. റേഞ്ച് 6, 7, 8, 9, 10 ആ റിലേഷൻ വന്നിരിക്കുകയാണ് അല്ലെ, ഇമേജ്. കോഡൊമൈൻ എന്ന് പറയുന്ന ആ ഹോൾ സെറ്റ് ആണ് 2, 6, 7, 8, 9, 10. അപ്പൊ നമുക്കതിനെ ജനറലൈസ് ചെയ്യുമ്പോൾ റേഞ്ച് സബ്സെറ്റ് ഓർ ഈക്വൽ ടു കോഡൊമൈൻ എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ അവിടെ വരുന്നത് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ അതിന് ശേഷം പറഞ്ഞത് പിന്നെ കുറച്ച് പ്രോപ്പർട്ടി ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? കറക്റ്റ് അല്ലേ? അല്ലേ? യെസ് സർ. ഓക്കെ. അടുത്ത ഹെഡിങ് ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. അടുത്ത ഹെഡിങ് അപ്പൊ റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് വായിക്കണം. റിലാക്സ് ചെയ്തിട്ട് അതൊന്ന് വായിക്കണം. ഫങ്ഷൻസ് എന്ന് എഴുതാം കേട്ടോ. ഫങ്ഷൻസ് ഹെഡിങ് എഴുതാം. ഫങ്ഷൻസ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ഫങ്ഷൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് ഇയർ പഠിക്കുന്നുണ്ട്. ഫങ്ഷൻസ് ഫങ്ഷൻസ് എന്ന ഹെഡിങ് എഴുതാം. ഹെഡിങ് എഴുതിയോ? ഫങ്ഷൻസ്. ഐഷ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഫങ്ഷൻസിനെ കുറിച്ച്? ഐഷയ്ക്ക് ഞാൻ പഠിപ്പിച്ചിട്ടില്ല, എന്തെങ്കിലും ഐഷ? നോ സർ, അറിഞ്ഞൂടാ. ഐഷ നൽകുന്ന മറുപടി വീഡിയോ ഓഫ് കൂടിയാണല്ലോ, വീഡിയോ ഓൺ ആക്കൂ. അറിഞ്ഞുകൂടാ. അനുലക്ഷ്മി അറിയാമോ മോൾക്ക്? സർ സെറ്റ് എയുടെയും സെറ്റ് ബിയുടെ റിലേഷന് പറയണം. മോളുടെ അഭിപ്രായം പറഞ്ഞു അത്രേ ഉള്ളൂ. റിലേഷൻ ഓഫ് സെറ്റ് ബി ആൻഡ് സെറ്റ്. കുഴപ്പമില്ല അനുലക്ഷ്മി. ഓക്കെ. മിൻഹ? ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ട്രിഗ്നോമെട്രി അതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒരു ഫങ്ഷൻ ആണെന്ന് അറിയാലോ. ഓക്കെ. ചാപ്റ്റർ മാറിട്ടോ, ഇത് വേറെ ചാപ്റ്റർ ആണല്ലോ അല്ലേ? സാറില്ല, ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ ചോദിക്കണം, ഞാനിങ്ങനെ ചോദിച്ചു പോകുന്നത്. ഒന്നാമത് ഓൺലൈൻ ക്ലാസ് ആണ്, നിങ്ങള് എനർജറ്റിക്കൽ ഇരിക്കണം. പിന്നെ നമുക്ക് എന്താ പറയാ, ഞാൻ പറയുന്നത് മൊത്തം നിങ്ങൾ കേട്ടിരിക്കുക. എനിക്ക് ആ രീതിയോട് എനിക്ക് ആ രീതിയോട് ഇഷ്ടമല്ല. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. നമുക്ക് ചോദിച്ച് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങൾക്കും അതൊരു ഇതാവുള്ളൂ. അല്ലാതെ ഞാനിപ്പോ ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റൂട്ടോ. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതിക്കോ, ക്വസ്റ്റ്യൻ നമ്പർ 2 എഴുതിക്കോ, ക്വസ്റ്റ്യൻ നമ്പർ 3, 4, 5, 6, 7, 8 ഓക്കെ ബൈ പറഞ്ഞു പോവാം. അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോ പറയാം, ചോദിക്കട്ടെ കേട്ടോ, ഒരാളും കൂടിയും പറയട്ടെ. ആദിത്യൻ കുറച്ചു പേർക്ക് അവരോട് ചോദ്യം വന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടം. അനഘ PS, അനീന വി, ഏഞ്ചൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ? കേട്ടിട്ടുണ്ടോ മക്കളെ ഇങ്ങനെ ഒരു വാക്കിനെ കേട്ടിട്ടുണ്ടോ? അനീന? പറഞ്ഞ മോളെ, എന്തെങ്കിലും മോൾക്ക് തോന്നുന്നുണ്ടോ മനസ്സില്? ഇല്ല സർ. കുഴപ്പമില്ല, ചുമ്മാ ചോദിക്കുന്ന നമ്മളെ, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ എഴുതിക്കോളൂ ഫങ്ഷൻസ്. ഞാൻ പറയാം, ഞാൻ ആദ്യം ഇതിന്റെ ഡെഫിനേഷൻ അങ്ങ് പറയാം, എന്നിട്ട് നമുക്ക് അതിന്റെ മറ്റു ഉള്ളറകളിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇത് കത്തും, ഇത് ആകാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകളുടെ തലയിലേക്ക് അങ്ങനെ പെട്ടെന്ന്. അപ്പൊ അതിനുവേണ്ടി മാത്രം ഞാൻ ആദ്യം തന്നെ ഡെഫിനേഷൻ അങ്ങോട്ട് പറയാം. ഞാൻ ഡെഫിനേഷൻ പറയാതെ എക്സാമ്പിളിലൂടെ പറയാൻ ഉദ്ദേശിച്ചില്ല, പക്ഷെ എക്സാമ്പിൾ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് ഡെഫിനേഷനിലേക്ക് ഞാൻ എഴുതിക്കൊള്ളൂ. എ റിലേഷൻ എഫ് ഫ്രം എ സെറ്റ്, എ റിലേഷൻ എഫ് ഫ്രം എ സെറ്റ്, a relation f from a set capital letter A to a set B, a relation f from a set capital letter A to a set B is said to be a function, is said to be a function if every element of set A,
if every element of set A has one and only one image in set B. One image in set B. One and only one image. Please underline one and only one image. One and only one image in set. Underline one and only one image in set. One and only one image in set B. അതൊന്ന് വായിച്ചു നോക്കേ. 2 പ്രാവശ്യം മനസ്സിരുത്തി അതൊന്ന് വായിച്ചു നോക്കേ. A relation f from a set to a set B is said to be a function if every element of set A has one and only one image in set B. ഒന്ന് വായിച്ചു നോക്കിയേ. 2 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. 2 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കാട്ടോ. ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഐഡിയ വരണുണ്ടോ എന്ന് നോക്കാം. എന്തെങ്കിലും ഐഡിയ മനസ്സിനകത്തേക്ക് വരണുണ്ടോ എന്ന് നോക്കാം. എന്തെങ്കിലും വരുന്നുണ്ടോ? അയ്യോ മിണ്ട്. എന്തെങ്കിലും വരുന്നുണ്ടോ? ഐഷ എന്തെങ്കിലും വരുന്നുണ്ടോ? സാറ് നമ്മളിപ്പോ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോ എന്തെങ്കിലും ഒരു റിലേഷൻ എഴുതൂലെ x=y², വേറെ ആരുടെങ്കിലും എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ബുക്കിൽ എഴുതിയിട്ട് എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്കാട്ടെ. ഐഷ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും ചിന്തിക്കാം. പറഞ്ഞോളൂ. ഇങ്ങനെയാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഹലോ. ഇപ്പം ഒരു സെറ്റ് 2 3 5 എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് എ. പിന്നെ കേക്കണല്ലേ? കേൾക്കുന്നുണ്ട്. മോള് എഴുതി വെച്ചിരിക്കുന്ന എനിക്ക് എഴുതി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും? ഇല്ലില്ല, എഴുതി വെച്ചിട്ടില്ല. മനസ്സിന് അകത്തുനിന്ന് മനസ്സിന്റെ ഉള്ളറകളിൽ നിന്ന് പറയാണ്. പറഞ്ഞോളൂ. എ സെറ്റില് 2 3 5 എന്നുണ്ടെങ്കിൽ അപ്പൊ ബി സെറ്റില് 2 ഉണ്ടെന്ന് ഓർത്തോ. അപ്പൊ ആകെ ഒരു ഇമേജ് അല്ലേ ഉള്ളൂ. സെക്കൻഡ് എലമെന്റ് ആയിട്ട് പറഞ്ഞുള്ളൂ ഈ 3 നമ്പേഴ്സിനും. അങ്ങനെയാണോ? വരച്ച് കാണിക്കാൻ പറ്റുമോ? വരച്ച ആരോഗ്യത്തിലെങ്ങാനും ഏറ്റവും നല്ലത് ആരോഗ്യത്തിൽ കാണിക്കണ്ട. ഓക്കെ, വരച്ചിട്ട് കാണിച്ചു തരാം. അവിടെ ഇരുന്ന് വരച്ചോ. അപ്പൊ നമുക്ക് അശ്വന്തിലേക്ക് പോയിട്ട് മടങ്ങി വരാം. അപ്പൊ പറയാം. ഇപ്പൊ R = സെറ്റ് 1 2. എടാ, ഒരു ഡയഗ്രത്തിന്റെ സഹായത്താൽ നിനക്ക് എന്നെ കാണിച്ചു തരാൻ പറ്റുമോ? നോക്കട്ടെ. നോക്കാം. ആദിദേവ് ടി ജെ റെഡി? ആദിദേവ് റെഡിയാണോ? ഓക്കെ. ഇഷ്ടം പോലെ എക്സാമ്പിൾ ചെയ്താട്ടോ. മറ്റേ കുട്ടികള് അഭിനവ് സാർ, ഇപ്പൊ സെറ്റ് എയിലുള്ള എലമെന്റ്സിനും സെറ്റ് ബിയിലുള്ള എലമെന്റ്സിനും കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഒരു സിംഗിൾ പ്രോപ്പർട്ടി വേറെ പ്രോപ്പർട്ടി വരില്ല. അങ്ങനെയാണോ? നോക്കാം. നമുക്ക് നോക്കാം. അതെ, ഞാൻ വരച്ച് കാണിച്ചേ. വരച്ചൊന്ന് കാണിച്ചേ. ഇതാണോ? ഇങ്ങനെയാണോ വരാ? അയ്യോ, നോക്കട്ടെ. എന്റെ പിന്നെ ഇത്രയും കൂടി ചെറുതാക്കി വരയ്ക്കാമായിരുന്നു അല്ലേ? നന്നായിട്ടെന്നാലും. അതെന്താ മറ്റവിടെ ഒരാൾക്ക് സ്ഥാനം കൊടുത്തേ? മറ്റവിടെ കുറച്ച് നമ്പറൊക്കെ എഴുതായിരുന്നില്ലേ? അതല്ല, പക്ഷെ 1 and only 1 ഇമേജ് എന്ന് പറയുമ്പോ അപ്പൊ സെക്കൻഡ് എലമെന്റ് വേറെ രീതിയിലും ചിന്തിക്കാലോ. ഇപ്പൊ 1 ഏകദേശമൊക്കെ നമ്മുടെ റെഡിയായി വരുന്നുണ്ട്. അവിടെ റെഡി ആയിട്ട് ഇരുന്നോളൂ. മറ്റുള്ള ആളിലേക്ക് നമുക്ക് പോവാം. മറ്റവിടെ മോള് ഈ സൈഡിൽ ഈ രണ്ടാമത്തെ ആരോടെങ്കിലും കുറച്ച് ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട് 1 and only 1 ഇമേജിലേക്ക് ഒന്ന് ചിന്തിച്ചേ. അശ്വന്ത് പറഞ്ഞേ. വരച്ചു. പക്ഷെ എനിക്ക് ഇപ്പൊ കാണിക്കുമ്പോ തിരിഞ്ഞിരിക്കും തോന്നുന്നു എനിക്ക്. ഞങ്ങൾക്ക് ഇത് കൊള്ളാം. അവിടെ പിടിച്ചു നിൽക്കണേ. ഇത് കൊള്ളാം. ഒന്നും കൂടി. 1 2 3 4 5 6 പുള്ളി ഒന്ന് വളരെ സിമ്പിൾ ആയിട്ട് കാണിക്കാണ്. അവിടെ പിടിച്ചു നോക്കട്ടെ. കൈവേദന ഉണ്ടോ? ഇല്ല. അപ്പൊ കുറച്ചും കൂടി ക്യാമറ ഒന്ന് ചെറുതായിട്ട് ഈ വലതു ഭാഗത്തേക്ക് ഒന്ന് നീക്കിയ ബുക്ക്. അവിടെ നിൽക്കട്ടെ. ഐഷ കണ്ണുകൾ തുറന്ന് കണ്ടോളൂ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഫങ്ഷൻസ് a relation f from a set A to a set B is said to be a function
if every element of set A, കണ്ട every element of set A, അവിടെ എ ബി എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ എ ബി, ആദ്യത്തെ ഡയഗ്രത്തിന് എ എന്നും രണ്ടാമത്തെ ഡയഗ്രത്തിന് ബി എന്നും മാർക്ക് ചെയ്യുകയാണെങ്കിൽ every element of set A has one and only one image in set B. One and only one image in set B. 1 in 4 ലേക്ക്, 2 in 5 ലേക്ക്, 3 in 6 ലേക്ക്. 1 എന്ന് പറയുന്ന എലമെന്റിന് ബിയിലെ ഒരാളുമായിട്ട് മാത്രമേ കണക്ഷൻ ഉള്ളൂ. 1 4 2 5 3 6 one and only one image. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 1 എന്ന് പറയുന്ന ആൾക്ക് 1 എന്ന് പറയുന്ന ആൾക്ക് 4 ലേക്ക്, 1 എന്ന് പറയുന്ന ആൾക്ക് 4 ലേക്ക് കൊടുത്തു. ഇനി 2 എന്ന് പറയുന്ന ആൾക്ക് 6 ലേക്ക് കൊടുക്കാം, കുഴപ്പമില്ല. 3 എന്ന് പറയുന്ന ആള് 5 ലേക്ക് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ 1 and only one image. 1 എന്ന് പറയുന്ന ആൾക്ക് 4 ലേക്കും 5 ലേക്കും കൊടുക്കാൻ പാടില്ല. 1 എന്ന് പറയുന്ന ആൾക്ക് 4ഉമായിട്ടും 5ഉമായിട്ടും കണക്ഷൻ പാടില്ല. ഇപ്പൊ പറയില്ലേ, ഇപ്പോ ഈ നമ്മള് അതിന് പറയാൻ പാടില്ല, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് പഴയ മോഹൻലാലിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? മോഹൻലാലിന്റെ ഒക്കെ സിനിമയില് അശ്വന്ത് വേണമെങ്കിൽ താത്തി വെച്ചോളൂ കേട്ടോ, കാരണം കൈവേനയ്ക്കണ്ട. നമ്മള് കണ്ടിട്ടില്ലേ മോഹൻലാലിന്റെ ഒക്കെ ഒരു സിനിമ? മോഹൻലാൽ എന്നുള്ള സിനിമ താരത്തെ അറിയില്ലേ ഐഷ? കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോ പഴയ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ ഐഷ? മറ്റു കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടോ? മിൻഹ ഒക്കെ കണ്ടിട്ടുണ്ടോ? മിൻഹ കണ്ടിട്ടുണ്ട്. 20ാം നൂറ്റാണ്ട് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോ പഴയ മലയാള സിനിമകളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ 1 and only one ഇമേജിനെ പറ്റി പറയാൻ പറ്റും. ഇപ്പൊ അവര് ആ 20ാം നൂറ്റാണ്ട് എന്നുള്ള സിനിമയിലൊക്കെ ഭയങ്കര കള്ളക്കടത്തും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അല്ലെ? അപ്പൊ അവര് എന്താണ് ഇതിനകത്ത് ഒറ്റുകാരെന്ന് പറയും നമ്മൾ അല്ലെ? ഒറ്റുകാരെന്ന് പറയും നമ്മൾ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ 1 and only one ഇമേജ്, 1ന് 4. അപ്പൊ അദ്ദേഹം വരച്ച ചിത്രം എന്ന് പറയുന്നത് 1 2 3 4 5 6 ആണ്. അപ്പോ 1ന് 4ലേക്കും 1ന് 6ലേക്കും പാടില്ല. 1 എന്ന് പറയുന്ന വ്യക്തിക്ക് 1 and only one ഇമേജേ ഉണ്ടാകാൻ പാടുള്ളൂ. 1ന് 4ലേക്കും അതുപോലെ 6ലേക്കും പറ്റൂല എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? മനസ്സിലായി. അവൻ വരച്ചു വച്ചിരിക്കുന്നത് ഇത് കറക്റ്റ് ആയിരുന്നു. അവൻ വരച്ചത് കറക്റ്റ് ആണ്. 1 and only one ഇമേജ് എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന ആൾക്ക് 4ഉമായിട്ട് കണക്ഷൻ വന്നു, ഇമേജ് അവിടെ വന്നു കഴിഞ്ഞു. ആ 1ന് 6 ആയിട്ടോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ മറ്റു ആളുകളുമായിട്ട് റിലേഷൻ വരാൻ പാടില്ല. അതുകൊണ്ടാണ് അവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എ റിലേഷൻ എഫ് ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി ഈസ് സെഡ് ടു ബി എ ഫംഗ്ഷൻ ഇഫ് എവറി എലമെന്റ് ഓഫ് സെറ്റ് എ ഹാസ് one and only one image in set B എന്ന് പറയുന്നത്. one and only one image in set B. അപ്പൊ അതിന് ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഫംഗ്ഷന് പഠിക്കാനൊന്നുമില്ല നമുക്ക്. +1-ല് +2-ല് കുറെ പഠിക്കാനുണ്ട്. 1 ഫംഗ്ഷൻ, 1 ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ, 1 ഫംഗ്ഷന് ഇൻജെക്റ്റീവ്, ഓൺ ടു ഫംഗ്ഷന് സബ്ജക്റ്റീവ്, ബൈജക്റ്റീവ്, അങ്ങനെ ഒരു നിര തന്നെ പഠിക്കാൻ നമുക്കുണ്ട്. നമുക്കിപ്പോ തൽക്കാലത്തേക്ക് നമ്മൾ +1-ൽ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് അത്യാവശ്യ അറിവുകൾ മാത്രം മതി. അതായത് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഒറ്റ ഇമേജ് മാത്രമേ പാടുള്ളൂ. ആ ഒറ്റ ഇമേജിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ, വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ 1-2 എക്സാമ്പിൾ നമുക്കൊന്ന് കാണാം. 1-2 എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കാം, നോക്കാം. സർ, എനിക്കിപ്പോ ക്ലാസ് ഉണ്ട്, ഞാൻ ഒന്ന് ലീവ് ചെയ്തോട്ടെ. സംഭവം മനസ്സിലായിട്ടല്ലേ പോണേ? മനസ്സിലായി. ആയിക്കോട്ടെ. ഓക്കെ, 1 3 അദ്ദേഹം എഴുതിയ പോലെ തന്നെ ഞാൻ എഴുതാണ്. 4 5 6 1 5 കൊടുത്തു ഞാൻ, 2 4 കൊടുത്തു, 3 എനിക്ക് ക്ലാസ് ഉണ്ട്. ആയിക്കോട്ടെ. ഇതൊരു ഫംഗ്ഷൻ ആണ് അല്ലെ? 1 5ലേക്ക്, 2 4ലേക്ക്, 3 6ലേക്ക് കൊടുത്തു. 3 6ലേക്ക് 1 and only one image. 1 and only one image. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഇത് ഫംഗ്ഷൻ ആണ്. അടുത്ത നോട്ട് എ ഫംഗ്ഷൻ, അടുത്തൊരു ഫംഗ്ഷൻ അല്ലാത്ത ഒരു ഗ്രാഫ് വരയ്ക്കാണ്. നോട്ട് എ ഫംഗ്ഷൻ, ഫംഗ്ഷൻ അല്ലാത്ത നോട്ട് എ ഫംഗ്ഷൻ.
ഗ്രാഫ് ഞാൻ വരയ്ക്കാണ്. ഗ്രാഫിലെ ആരുടെ ഞാൻ കാണിക്കാണത്. നോട്ട് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 15 ABC എടുക്കാൻ. 15 ABC 15 ABC 5 ABC 1നെ ഞാൻ ബിയിലേക്ക് കൊടുക്കും. 1നെ ബിയിലേക്ക് കൊടുക്കും. 5നെ ഞാൻ എയിലേക്കും 5നെ ഞാൻ സിയിലേക്കും കൊടുക്കും. ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. അപ്പൊ ഒരെണ്ണം സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് ഫംഗ്ഷനും മറുഭാഗത്ത് നോട്ട് എ ഫംഗ്ഷനുമാണ് കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഒരു നോട്ട് എ ഫംഗ്ഷൻ എന്ന് ആധികാരികമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്? അഭിനവ് സർ, നോട്ട് എ ഫംഗ്ഷൻ എന്തുകൊണ്ട് നോട്ട് എ ഫംഗ്ഷൻ വന്നു? അത് 5നെ എയിലേക്കും സിയിലേക്കും വരുമ്പോ സി വന്നിരിക്കുന്നു അല്ലേ? 1 ആൻഡ് ഓൺലി 1 ഇമേജ് അല്ല. 5 എയും വന്നിട്ടുണ്ട്, 5 സിയും വന്നിട്ടുണ്ട്. മനസ്സിലായി കാണല്ലോ? റിമിത അപ്പൊ നോട്ട് എ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. 1 ആൻഡ് ഓൺലി 1 ഇമേജേ വരാൻ പാടുള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഗുഡ്. ശ്രദ്ധിക്കാം. അഭിരാം പുതിയ കുട്ടിയായിരുന്നു, എന്തൊക്കെയോ മനസ്സിലായി എന്നല്ലാണ്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, എങ്കിലും ശരിയായി വരും. അഭിനവ് AM എത്ര മാർക്കാണ് കിട്ടിയിരിക്കുന്നത്? 15ൽ 15ആണോ? എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അഭിനവിന് 14 മാർക്കാണ് പരീക്ഷ എഴുതിയിട്ട് കിട്ടിയത് അല്ലേ? സർ 15 എന്നാണ് പറഞ്ഞത്. 15. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ ഈ അഭിനവുകൾ കുറെ ഉള്ളവരെ ആകെ സീനാണ്. അഭിനവ് TV യുവർ മാർക്ക്. അഭിനവ് TV യുവർ മാർക്ക് 14. യെസ്, കണ്ട അഭിനവ് കണ്ട. എനിക്ക് ആ ഒരു 14 ഓർമ്മയിൽ കിടക്കുന്നുണ്ട്. അത് ഈ അഭിനവ് TVക്ക് ആയിരുന്നു. ആദിദേവ് TJ ആദിദേവ് 15ൽ 15 ആയിരുന്നു. അതിഷ 15ൽ 15 ആയിരുന്നു. ആദിത്യൻ AS യുവർ മാർക്ക് 15. വെരി ഗുഡ്. അഫ്രീൻ യെസ് സർ. യുവർ മാർക്ക് 14.5. 14.5. ഓക്കെ, ഗുഡ്. ഐഷ 15. അനീന വി. സർ ഞാൻ ന്യൂസ് സ്റ്റുഡന്റ് ആണ്, അപ്പൊ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഏഞ്ചൽ എഴുതിയില്ല. അനുലക്ഷ്മി 15ൽ 15. അരുണിമ 15. അശ്വന്ത് 13. നിന്റെ എവിടെ തെറ്റിയേ? എനിക്ക് തോന്നുന്നു ലാസ്റ്റിലാ തെറ്റിയത്. ഞാൻ പേപ്പർ കണ്ടിട്ടില്ല. ലാസ്റ്റ് ക്വസ്റ്റനിലായിരിക്കും എനിക്ക് തെറ്റിയേക്കുന്നത്. ഓക്കെ 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 ഓക്കെ. അപ്പൊ അതിന് പൊസിഷൻ ഉണ്ടല്ലോ നിനക്ക്. നീ ഫുൾ അടിക്കേണ്ട ആളാണ്. അവന്തിക 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 15. അക്ഷയ് സാർ എനിക്ക് പേപ്പർ കിട്ടിയിട്ടില്ല, ഞാൻ ഇന്നലെ കൊടുത്തോളൂ കൊണ്ടുപോയി. ഓക്കെ, ഗുഡ്. ഭദ്ര PB 15 സർ. ചിന്മയി 15. ദേവിക ബിനോജ് 15. ഇതാൽ പ്രദീപ്. ജീവൻ എഴുതിയിട്ടില്ല. ജിസ്മി സർ 14.5. അരമാർക്ക് എവിടെ പോയെന്ന് ജിസ്മിക്ക് ഓർമ്മയിൽ എടുക്കാൻ പറ്റുമോ? അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഐ ഇടാനായിട്ട് ജിസ്മി മറന്നുണ്ട്. കൃഷ്ണ പ്രദീപ് 11 സർ. പരീക്ഷ എഴുതിയായിരുന്നോ? മരിയ ജെയിംസ് എഴുതിയിട്ടില്ല. പാർത്ഥസാരഥി 13. പവിത്ര KP സർ എനിക്ക് പേപ്പർ കിട്ടിയിട്ടില്ല. പേപ്പർ കിട്ടിയിട്ടില്ല. ഓക്കെ ഓക്കെ. പൗർണമി പ്രദീപ് 15 സർ. റിമിത ഉത്തമൻ സർ എഴുതിയിട്ടുണ്ടായില്ല. റിസാന 13 സർ. ഓക്കെ. സജിത എന്ന് പറഞ്ഞ ഹസ്ന അല്ലേ? ഹസ്നയല്ലേ? ഓക്കെ. സജില ഫാത്തിമ 9. കുഴപ്പമില്ല. സജില ഫാത്തിമ ക്ലാസ് ഒന്നും കാണാതെ വീഡിയോ മാത്രം കണ്ടൊക്കെ വളരെ സ്ട്രഗിൾ ചെയ്ത് എക്സാം എഴുതിയ ആളാണ്. അഭിനന്ദനങ്ങൾ സജില ഫാത്തിമ. ഓക്കെ ഓക്കെ സർ. വെരി ഗുഡ് കേട്ടോ, വെരി ഗുഡ്. ആൻഡ് സന സന ഓക്കെ. വസുദേവ് VM പറഞ്ഞോ. ഓക്കെ. വിവേക്
വിവേക് പറഞ്ഞോ. സാർ 12 അല്ലേ? ഓക്കെ, 12 എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പരിശ്രമിക്കുക എല്ലാവരും. അപ്പോ നമുക്ക് അടുത്ത മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സിൽ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. ഒരു കണക്ക് ചിന്തിക്കാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ല എന്താ പറയാ, നല്ല സന്തോഷമുള്ള ഒരു ദിവസം ഉണ്ടാവട്ടെ. നല്ല മഴയൊക്കെയാണ്. അപ്പൊ ഉഷാറായിട്ട് മഴയൊക്കെ ആസ്വദിച്ച് പോസിറ്റീവായിട്ടിരുന്ന് പഠിക്കാം. ഓക്കെ, താങ്ക് യു.